സോ ഈ വർത്തമാനങ്ങൾ കേൾക്കുമ്പോൾ, സന്ദേശങ്ങൾ കേൾക്കുമ്പോൾ ഒരു ജോയ്ഫുൾ ഹാർട്ടോട് കൂടി ഇരിക്കണം, സന്തോഷമുള്ള ഹൃദയത്തോടു കൂടി ഇരിക്കണം. So even as even as we hear the word of God, let us have a joyful heart and receive the word. Hallelujah. Hallelujah. തുറന്നിരിക്കുന്ന ഹൃദയം നമുക്ക് വളരെ ആവശ്യമാണ്. ഒരുക്കപ്പെട്ട ഹൃദയം വളരെ ആവശ്യമാണ്. A prepared heart is really necessary. Praise God. മുമ്പോട്ട് കയറിയിരുന്നു പിന്നെ ബ്രദറെ, ഒരാഴ്ചയൊക്കെ മുമ്പോട്ടേക്ക് പോരെ. ഇവിടെ മുമ്പിൽ ഒത്തിരി നാളായി കണ്ടിട്ട് മുമ്പോട്ട് വന്നിരുന്ന എനിക്ക് മുഖത്ത് നോക്കി ചിലത് പറയാൻ പറ്റും. മുമ്പോട്ട് എഴുന്നേറ്റ് പോരെ, കാല് വയ്യെങ്കിലും മുമ്പിലിരിക്കും. ഇവിടെ കാല് തട്ടാതിരിക്കും. ഏറ്റവും മുമ്പിൽ വന്ന് ഇവിടെ വന്നിരുന്നു. അനുസരണം വലിയേക്കാൾ നല്ലതെന്നാണ്. ഹല്ലേലൂയ. അപ്പൊ എന്തുള്ള സന്തോഷമുള്ള ഹൃദയത്തിന് ഒരു എക്സ്പ്രഷൻ ഉണ്ട്. A joyful heart has an expression. ഞാൻ ചിലരുടെയൊക്കെ മുഖത്ത് നോക്കിയാൽ ഞാൻ അതിന് കാശ് തരാനുള്ളത് പോലെ നിങ്ങളുടെ മുഖം ഇരിക്കുന്നത്. സന്തോഷമുള്ള ഹൃദയത്തിന് അതിൻ്റെതായിരിക്കുന്ന ഒരു പ്രകടനമുണ്ട്, ഒരു ഭാവമുണ്ട്. A joyful heart has its own way of expressing itself. പറഞ്ഞിട്ട് കേട്ടില്ലെങ്കിൽ എന്തോ സംഭവിക്കുന്നത്, സന്തോഷമില്ലെന്ന് എൻ്റെ അർത്ഥം. അതിനെ മുമ്പോട്ട് വന്നിരിക്കാൻ പറ്റും. അനുസരണമുള്ളവർ എന്തോ ചെയ്യും, കേട്ടോ മുമ്പോട്ട്. അമ്പിളി സിസ്റ്റർ ഇന്ന് മുഴുവനും വാങ്ങിച്ചുകൊണ്ടേ പോകത്തുള്ളൂ. അല്ലേ, മുമ്പ് ഏറ്റവും മുമ്പിൽ പോരെ, ഏറ്റവും മുമ്പിൽ തൻ്റെ സൈഡിൽ ഇരിക്കാം. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പലരും ചില സാഹചര്യത്താൽ ചിലർ പുറയിലിരിക്കുന്നുള്ളൂ. ഞാൻ ഒരിക്കൽ മോനിച്ചാനെ പിടിച്ച് മുമ്പിലിരുത്തി. മോനിച്ചാൻ പറഞ്ഞു, എൻ്റെ പാസ്റ്ററിന് മേലെ മുമ്പിൽ ഇരുത്തരുത്, എനിക്കിത് റീഡ് ചെയ്യാനൊക്കത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെയുള്ളവരൊക്കെ പുറകിൽ ഇരുന്ന് നിങ്ങൾ ശ്രദ്ധയോടെ ഇരുന്നാൽ മതി. ഒരു എക്സ്പ്രഷൻ ഉണ്ട്. So joyful heart has a way of expressing itself. നമുക്കറിയാമല്ലോ, ഒരു കളിയൊക്കെ ജയിച്ചു കഴിയുന്ന പറഞ്ഞ് ഓ എന്തോ കളിയായിരുന്നു പറഞ്ഞ ആരെങ്കിലും പോകും, എന്തോ ഒരു സന്തോഷത്തോടെ പോകും. If you win a match, how would your expression be? Would you be sad? ഹാപ്പിനെസ്സിന് ഒരു എക്സ്പ്രഷൻ, ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ അതിനൊരു ഭാവമുണ്ട്, അതിനൊരു പ്രകടനമുണ്ട്. Happiness has its own expression. അതുകൊണ്ട് ഇന്ന് രാവിലെ സന്തോഷത്തോടെ ഇരിക്കണം. So this morning you should be joyful. സന്തോഷത്തിന്റെ പ്രകടനത്തിലിരിക്കണം. മുഖത്തോട്ടൊക്കെ നോക്കുമ്പോൾ പെട്ടെന്ന് അതാ നമുക്ക് കാണേണ്ടത്. So it should be expressed on your face this morning. ഇന്ന് അങ്ങനെ ഇരിക്കുന്നവർക്ക് ചില കാര്യങ്ങളെ വ്യക്തമാക്കി കൊടുക്കുവാൻ ഞാനും ആഗ്രഹിക്കുക. To such people I would like to explain certain things today morning. Hallelujah. Hallelujah. യെശയ്യാവ് 60-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം നമുക്ക് അതിനായിട്ട് വായിക്കാം. So let's read Isaiah 60 verse 1. എഴുന്നേറ്റ് പ്രകാശിക്കുക, എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. കർത്താവിന്റെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. ശ്രദ്ധിക്കണം, അത് നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, കർത്താവിന്റെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. Arise and shine, for your light has come, and the glory of the Lord rises upon you. കർത്താവിന്റെ തേജസ് നിന്റെ മേൽ ഉദിച്ചിരിക്കുക. The glory of the Lord has risen upon you. ഇതുവരെ കാണാത്ത ദൈവത്തിന്റെ തേജസ് കാണാവുന്ന വിധത്തിൽ ദൈവസഭയുടെ മേൽ, ദൈവമക്കളുടെ മേൽ ഉദിച്ചിരിക്കുകയാണ്. The glory of the Lord that is never seen before is risen upon the church. ഉദിച്ചതിന്റെ എക്സ്പ്രഷൻ ദൈവസഭയ്ക്കകത്തിരിക്കുന്ന ദൈവമക്കളുടെ മേൽ മുഖത്തത് കാണണം. And the expression of that glory risen upon us should be seen on our faces. The glory of the Lord is risen upon you. നിന്റെ മേൽ അത് വന്നിരിക്കുകയാണ്, ഉദിച്ചിരിക്കുകയാണ്. It is risen upon you. വ്യക്തിപരമായി കുടുംബത്തിനകത്ത് ചെയ്യുന്ന കാര്യത്തിനകത്തെല്ലാം ദൈവത്തിന്റെ തേജസ് ഉദിച്ചതിന്റെ ഭാവങ്ങൾ ഉണ്ടാകണം. In your personal life, in your work, in your family, the expression of that glory risen upon you should be evident. ഇതുവരെ കാണാത്ത, ഇതുവരെ അനുഭവിക്കാത്ത ദൈവ തേജസ്സിന് പല മുഖങ്ങളുണ്ട്. There are many faces to the glory of the Lord. ഇന്നത് ആഗ്രഹത്തോടെ, ഒരു കൊതിയോടെ ഇരിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവ് അത് വെളിപ്പെടുത്തി കൊടുക്കും. Today those who are deeply desiring, the Holy Spirit will reveal it. Dimensions, പല വിധത്തിലുള്ള ഭാവങ്ങളാണ്, അതിന് മുഖങ്ങളാണ് ഉള്ളത് ദൈവത്തിന്റെ തേജസ്സിന്. The glory of the Lord has many different dimensions. ദൈവത്തിന്റെ തേജസ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ മിസ്റ്ററീസ് ആണ്. ആർക്കും വെളിപ്പെടാതെ വരുന്ന ഒരു മേഖലയാണ് ദൈവത്തിന്റെ തേജസ് എന്ന് പറയുന്നത്. God's glory is God's mysteries. അതെ, ഇത് ഇന്ന് വെളിപ്പെടാൻ പോവാ. That is going to be revealed today. നിങ്ങളുടെ ജീവിതത്തിൽ അത് വെളിപ്പെടണം. It has to be revealed in your life. അതുകൊണ്ട് പ്രാർത്ഥനയോടെ, ആഗ്രഹത്തോടെ ഇരിക്കേണ്ടത്. ഇന്ന് ഒത്തിരി പേര് വന്നിട്ടില്ല. ആ ഓരോരുത്തർക്കെല്ലാം ഇത് നഷ്ടമായി തീരും. കാര്യം ദൈവത്തിന്റെ മർമ്മമാണ് ദൈവത്തിന്റെ തേജസ് എന്ന് പറയുന്നത്. God's glory is God's mystery. ഹല്ലേലൂയ. ഇന്നത് പിടിച്ചെടുക്കുവാൻ, പ്രാപിപ്പാൻ ഉള്ള ആഗ്രഹത്തോടു കൂടി ഇപ്പം തൊട്ടേ ഇരിക്കണം. Today we must have a desire to catch hold of it. അതിനകത്ത് 3 കാര്യങ്ങളാണ് ഉള്ളത്. ദൈവ തേജസ്സിനകത്ത് 3 കാര്യങ്ങളാണ് ഉള്ളത്.
There are three aspects to God's glory. ഒന്നെന്ന് പറയുന്നത് the season of God's glory. ദൈവ മഹത്വത്തിന് സമയമുണ്ട്. The first one is the season of God's glory. മറ്റൊരു കാര്യം, രണ്ടാമത്തെ കാര്യം the value of God's glory. ദൈവ മഹത്വത്തിനകത്ത് മൂല്യമുണ്ട്. The second one is the value of God's glory. മൂന്നാമത്തെ കാര്യം there is a way in his glory. ദൈവ മഹത്വത്തിന് ഒരു വഴിയുണ്ട്. The third point is the way in God's glory. അമ്മ യെശയ്യാവ് 60-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ ഒരു പ്രാവശ്യം കൂടെ വായിച്ചു കേൾക്കാം. Let's read Isaiah 61 once again. എഴുന്നേറ്റ് പ്രകാശിക്കുക, എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, കർത്താവിന്റെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. കർത്താവിന്റെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. അന്ധകാരം ഭൂമിയെയും അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതികളെ മൂടും. കൂരിരുട്ട് ജാതികളെ മൂടുമ്പോൾ നിന്റെ മേലോ കർത്താവ് ഉദിക്കും. നിന്റെ മേൽ കർത്താവ് ഉദിക്കും. ഏതു സമയത്താണ് ദൈവത്തിന്റെ തേജസ് വെളിപ്പെടുന്നത്? Which is the time in which God's glory is going to be revealed upon you. ഇരുളും മൂടി നിൽക്കുന്ന സമയത്താണ് ദൈവത്തിന്റെ തേജസ് വെളിപ്പെട്ടു വരുന്നത്. When darkness covers is when God's glory shines. ഭാരപ്പെട്ടിരിക്കുന്ന സമയത്താണ് ദൈവത്തിന്റെ തേജസ് വെളിപ്പെട്ടു വരുന്നത്. When you are burdened about darkness is when God's glory will be ആ revealed. സമയത്ത് ദൈവത്തിന്റെ തേജസ് വെളിപ്പെടുക തന്നെ ചെയ്യും. At that time God's glory will surely be ഈ revealed. ഭാരം കൊണ്ട് ഇരുട്ടിനകത്തിരിക്കുവാണ് ദൈവത്തിന്റെ തേജസ് നിനക്ക് വെളിപ്പെടാൻ വേണ്ടി ആഗ്രഹത്തോടെ നിന്നെ ചുറ്റിപിന്നി നിൽക്കുകയാണ്. If you are really burdened, then God's glory is just surrounding you to be revealed in you. അന്ധകാരത്തിൽ നീ പെട്ടുപോകുമെന്ന് ഓർത്തിരിക്കാതെ അതിനെ തകർക്കുന്ന തേജസ്സിലേക്ക് നോക്കുക. Don't be burdened that darkness is covering And you. you Look at carry the that glory. glory. ദൈവത്തിന്റെ തേജസ്സിന്റെ ഉടമയാണ് നീ. And you are carrying that glory. ഇരുട്ട് വ്യാപരിക്കുന്നതിന് പല റീസൺസ് ഉണ്ട്, പല കാരണങ്ങളുണ്ട് ഇരുട്ട് വ്യാപരിക്കുന്നതിന്. There are many reasons why darkness covers. റോമർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായത്തിന്റെ 12-13 വാക്യത്തിനകത്ത് Romans 13:12-13. വായിച്ചു കേൾക്കാം. രാത്രി കഴിവാറായി, രാത്രി കഴിവാറായി, പകൽ അടുത്തിരിക്കുന്നു. അതുകൊണ്ട് നാം ഇരുട്ടിന്റെ പ്രവൃത്തികളെ ഇരുട്ടിന്റെ പ്രവൃത്തികളെ വിട്ടുകളഞ്ഞ് വെളിച്ചത്തിന്റെ ആയുധവർഗം ധരിച്ചു. വെളിച്ചത്തിന്റെ ആയുധവർഗം ധരിപ്പീൻ. പകൽ സമയത്ത് എന്ന പോലെ നാം മര്യാദകൾ കാണിക്കണം. വെറിക്കൂത്തുകളിലും മര്യാദകൾ കാണിക്കണം. ഇരുട്ടിന്റെ ആൾക്കാരല്ല നമ്മൾ, വെളിച്ചത്തിന്റെ മക്കളായതുകൊണ്ട് മര്യാദ വേണം നമുക്ക്. We are not children of the darkness, but we are people of the light, and therefore we must behave decently. അവിടെ പറയുന്നത് വെറിക്കൂത്തുകള്, മദ്യപാനം, ശൈലമോഹനം, ദുഷ്കാമം, പിണക്കം, അസൂയ. That's where it says not in drunkenness, in sexual immorality, debauchery, dissension and jealousy. പിണക്കവും അസൂയൊന്നും മര്യാദയ്ക്കകത്ത് പെടുന്ന കാര്യങ്ങളല്ല, മര്യാദകളെ വിടുകയാണ്. Dissension and jealousy are not good behaviors. എതിർപ്പുകൾ, അസ്വസ്ഥതകൾ, അസൂയകൾ ഇതെല്ലാം നമ്മുടെ സന്തോഷത്തെ കെടുത്തിക്കളയുന്നതാണ്. Debauchery and jealousy are all things that kill our joy. ഇന്ന് രാവിലെ വിശ്വസിക്കുന്ന അതൊക്കെ ഞാൻ വിട്ടുകളഞ്ഞിട്ട് ദൈവത്തിന്റെ തേജസ്സിനകത്ത് ഞാൻ ഇരിക്കത്തുള്ളൂ. I need to get rid of those things and I need to be in the glory of God. പകൽ സമയത്ത് എന്നതുപോലെ മര്യാദയ്ക്ക് ഞാൻ നടന്നാലേ പറ്റത്തുള്ളൂ. മര്യാദയായി ഞാൻ നടക്കണം. As if in the day I have to walk in the light. അന്ധകാരത്തിനകത്തല്ല നമ്മളെ ഇരുത്തിയിരിക്കുന്നത്, വെളിച്ചത്തിനകത്ത് ഇരുത്തിയിരിക്കുന്നതെങ്കിൽ പകൽ എന്നതുപോലെ മര്യാദയായി ജീവിക്കാൻ കർത്താവ് നമുക്ക് ഇവിടെ കൃപയെ തന്നിരിക്കുന്നു. If we are taken away from darkness and placed in the light, we must live and behave as people of the light. What is darkness? എന്താണ് ഇരുട്ടെന്ന് പറയുന്നത്? What is darkness? എഫേസ്യർ 5:8 എഴുതിയിരിക്കുന്നു. Ephesians 5:8. മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ച് ഈ വാക്യങ്ങൾ വായിക്കുന്ന ശ്രദ്ധിച്ച് കേൾക്കണം. ഒരു കാലത്ത് നമ്മളെല്ലാം ഇരുളായിരുന്നു. At one point we were all in darkness. എന്നാൽ ഇപ്പോഴോ വെളിച്ചമാകുന്നു. എങ്ങനെ വെളിച്ചം? കർത്താവിൽ വെളിച്ചമാകുന്നു. ചുമ്മാ ഒരു മെഴുകുതിരി കത്തിവെച്ച് വന്നപ്പോഴത്തെ വെളിച്ചമല്ല. ഒരു കാലത്ത് നീ ഇരുട്ടായിരുന്നു. എങ്ങനെ ഇരുട്ടായത്? എങ്ങനെയോ നീ ഇരുട്ടായി. പക്ഷേ ഇപ്പോൾ ഞാനും നീയും കർത്താവിൽ വെളിച്ചമാകുന്നു. What once we were all in darkness, but now you are light in the Lord. Hallelujah. Hallelujah. എന്താണ് കർത്താവിന്റെ ഇഷ്ടം ചെയ്യുന്നതിനെയാണ് ഈ വെളിച്ചം എന്ന് വിളിക്കുന്നത്. Doing the will of the Lord is a light. അപ്പോൾ സ്വന്തം ഇഷ്ടം ചെയ്യുന്നത് ഇരുട്ടാ. Doing our own will is darkness. അതാണ് മുമ്പേ വായിച്ചതുപോലെ പിണക്കം, അസൂയ, ഇങ്ങനത്തെ വെറിക്കൂത്തുകളെ, ശയനമോഹം, ഇങ്ങനത്തെ എല്ലാ സാധനം ഇരുട്ടിലേക്കാണ് നമ്മളെ നടത്തുന്നതെങ്കിൽ കർത്താവിൽ ഞാൻ വെളിച്ചമാണെന്ന് ഞാൻ എന്നെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കണം.
If all those things of debauchery and dissension leads to darkness, we need to understand what is the will of God and walk in the light. സ്വന്തം ഇഷ്ടമാകുന്ന ഇരുട്ടിൽ ജീവിക്കുവാനല്ല, ദൈവം ഇഷ്ടമാകുന്ന വെളിച്ചത്തിൽ ജീവിക്കുവാനാണ് അവൻ എന്നെ നിയമിച്ചിരിക്കുന്നത്. God has appointed me to live in His light, not to live in our own self will. 2 തിമോഥെയോസ് 3-ാം അധ്യായത്തിന്റെ 1 തൊട്ട് 5 വരെ വായിച്ചു കേൾക്കാം. 2 Timothy chapter 3 verse 5 onwards. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയുക. മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പ് പറയുന്നവരും. അവിടെ ഒരു വാക്ക് നിങ്ങൾ കണ്ടോ? ദുർഘട സമയം. 1-ാമത്തെ വാക്യത്തിനകത്ത് ശ്രദ്ധിച്ചേ. അന്ത്യകാലത്ത്, ഈ അന്ത്യകാലം എന്നുള്ള വാക്ക് എടുത്തിട്ട് ആൾക്കാർ ഇതിനെ ഇങ്ങനെ മാറ്റി പറയും. അന്ത്യകാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാശം ആരംഭിക്കുന്നത് എപ്പോഴാണ്? അത് അന്ത്യകാലം. People have the misunderstanding. പേഴ്സണലി ഞാൻ എന്തിലേക്ക് പോകുന്നു അതെന്റെ അന്ത്യമാണ്. ഇത് ജനറലൈസ് ചെയ്യാൻ വേണ്ടിയല്ല പറയുന്നത്. വ്യക്തിപരമായി ഞാൻ ഏതിലേക്ക് നടന്നു നീക്കുന്നു, ഇരുട്ടിലേക്ക് നടന്നു നീങ്ങിയാൽ എന്റെ അന്ത്യമാണ്. What is the meaning of last days? Last days is when I walk away from the light and walk into darkness, that is my end days. ആ ദുർഘട സമയം എന്ന് ഇംഗ്ലീഷിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ പെരിലസ് ടൈം എന്ന് എഴുതിയിരിക്കും. പെരിലസ് ടൈം എന്ന് ഒരു വെർഷനകത്ത് എഴുതിയിരിക്കുന്ന സ്ട്രെങ്ത് റെഡ്യൂസിംഗ് ടൈം, ശക്തിയെല്ലാം ക്ഷയിച്ചു പോകുക. In English it talks about perilous times, and that is the time when all your strength is lost. It's hard to bear. സഹിക്കാൻ പറ്റാത്ത ഘട്ടമായി തീരുകയാണ്. It is a time when you cannot bear, it's hard to bear. അതൊരു രോഗം വന്നാൽ മതി, ഒരു കടം കയറിയാൽ മതി, പിന്നെ അപ്പോഴത്തേക്ക് കണ്ടില്ലേ തെറ്റിന്റെ രീതിയിലേക്ക് പോകാനുള്ള പ്രവണതകൾ ഉണ്ടാകും. It could be sickness, it could be when you are in debt, the tendency to get into sin increases. വെളിച്ചമാകുന്ന കർത്താവിനെ വിട്ടിട്ട് സ്വന്തമായിരിക്കുന്ന ഇഷ്ടത്തിലേക്ക് പോകാൻ ചിന്തകൾ ഉണർത്തി വരാനുള്ള സാധ്യതകളാണ് കാണുന്നത്. The chances where thoughts are rising in us to walk away from the Lord increases. And it is also finding it difficult to be a Christian. ഒരു ക്രിസ്ത്യനായിരിക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. We are living in a time where we are finding it hard to live as a Christian. വിശ്വാസിയായിട്ട് ജീവിക്കാൻ ഭയങ്കര പാടുപെടുന്ന ഒരു കാലമായത്. It is hard to live as a believer. കാര്യം അതാ ഈ ഇരുട്ടെന്ന് പറയുന്നത്. ഇരുട്ട് ഏതാണ് വിശ്വസിക്കേണ്ടി ഒന്നും മനസ്സിലാക്കുന്നില്ല. ഇരുട്ടിലേക്ക് നമ്മൾ അറിയാതെ പോവുകയാണ്. We don't know what to believe. It's hard. We are falling into darkness. എന്നാൽ അതിനകത്ത് ഇരിക്കാനല്ല, അത് ഇരുട്ടാണ്. വാഴുവാനാണ് എന്നെ ആക്കി വെച്ചിരിക്കുന്നത്. ഞാൻ വെളിച്ചത്തിനകത്ത് ജീവിക്കും. കർത്താവിന്റെ വെളിച്ചമാണ് ഞാനെന്ന് ഞാൻ എന്നെ കൂടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കണം. But in the midst of all that, I have to teach myself that I will reign and I will be in the light of the Lord. മെയിലും ഫീമെയിലും മാത്രമേ ഉള്ളായിരുന്നു പണ്ടൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളൂ. എന്റെ കൊച്ചിലൊക്കെ മെയിലെന്നും ഫീമെയിലും ഞാൻ കേട്ടിട്ടുള്ളൂ. Earlier we only heard about male and female. ഇപ്പൊ 36 ജെൻഡേഴ്സ് ഉണ്ട്. ഏതൊക്കെ പറയാനൊക്കത്തില്ല. ഇവിടെ ഇരുന്നുകൊണ്ട് അതൊന്നും പറയാനും ഒക്കത്തില്ല. Now there are around 36 genders. ഇപ്പൊ ഈ ഗവൺമെന്റുകൾ പോലും അതൊക്കെ അംഗീകരിച്ചു കൊടുക്കുകയാണ്. മൃഗത്തെ കല്യാണം കഴിക്കുക. ഇപ്പൊ even government is approving things like marrying animals. അത് നോക്കിയാൽ പട്ടിയൊക്കെ കല്യാണം കഴിച്ച് പട്ടിയുടെ കൂടെ ജീവിക്കുന്നവരുണ്ട്. എന്തോരം പട്ടികളാണ് ഇതൊക്കെ. There are people who get married to dogs and live with them. ഞാൻ കൂടെ ഇങ്ങനെ പ്രാർത്ഥിക്കും അനീഷിന് വേണ്ടി. കാര്യം വിവിധ തരത്തിലുള്ള മൃഗങ്ങൾ അവിടെ ഉള്ളത്. Anish has a farm with various kinds of animals. പന്നിയുണ്ട്, pigs. പിന്നെ പശുവുണ്ട്, പലതരത്തിലുള്ള പശുക്കളുണ്ട്, കോഴിയുണ്ട്. All kind of farm animals he has. പിന്നെന്നുള്ള ആടുണ്ട്, even goats. ഭയങ്കര ഒരു ക്രൈസാ ഫാം എന്ന് പറയുന്നത്. ഭയങ്കര ഒരു ത്വരയാകത്ത് crazy about his farm. അവിടെ ഞങ്ങളെല്ലാം കൂടി തീരുമാനിച്ചു അവൻ ഏകനായിരിക്കും നല്ലതല്ലെന്ന് പറഞ്ഞ് അക്സയെ പറഞ്ഞ് അങ്ങോട്ട് വിട്ടു. So Aksa came along. Hallelujah. ഇങ്ങനെ ഒരു കാലഘട്ടം ഡാർക്ക് ടൈംസ് ആണെന്ന്. ഇന്ന് ഇരുട്ടിന്റെ കാലഘട്ടമായതല്ലോ. We are living in dark times. വിശുദ്ധിയിൽ ആരെങ്കിലും നന്നായി ജീവിക്കുന്നവരെ പുച്ഛിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. This is a time even in എന്നാൽ ഇതിന്റെയൊക്കെ നടുവിൽ ദൈവതേജസ്സിൽ നിൽക്കാൻ ദൈവം നിനക്കും എനിക്കും കൃപയെ ഒരുക്കിയാണെന്ന് വിശ്വസിക്കണം. Amidst of all this, God has given us grace to be in His glory. Hallelujah. Hallelujah. കർത്താവ് നിന്നെ നീ പിടിച്ചു നിൽക്കാൻ കർത്താവിന്റെ കൃപ നിന്റെ മേൽ പകർന്നുകൊണ്ടിരിക്കുകയാണ്. God is pouring out His grace that you will hang on in the midst of ഇരുട്ടിന്റെ all സമയം this. എന്താണ്? ഇരുട്ടിന്റെ സമയം ഏതാണ്? 1 യോഹന്നാൻ 5:19. ഇരുട്ടിന്റെ സമയം ഏതാണ്? നാം ദൈവത്തിൽ നിന്നുള്ളവർ എന്ന് നാം അറിയുന്നു. സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ. സർവ്വലോകം, the whole world lies in wickedness. എല്ലാ സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുകയാണ്.
അതാണ് ഈ പവർ ഓഫ് ഡാർക്ക്നെസ് എന്ന് പറഞ്ഞ അന്ധകാരത്തിന്റെ ശക്തിയും സ്വാധീനങ്ങളും. We know that we are children of God and that the whole world is under the control of the evil one. 500 രൂപ കൊടുത്താൽ മതി ഒരുത്തന്റെ കയ്യോ കാലോ വെട്ടിക്കളയണമെങ്കിൽ. We just have to pay 500 rupees to get someone's leg. അവിടെ നമുക്ക് ഈ കൊട്ടേഷൻ ടീമിന് നമുക്ക് കൊട്ടേഷൻ വാങ്ങിക്കാം. കൊട്ടേഷൻ വാങ്ങിക്കാം. പല ടീമുകളുണ്ട്. നമുക്ക് കൊട്ടേഷൻ കൊടുക്കാം. ഒരുത്തനെ കൊല്ലണം, നിങ്ങൾ ആരാണ് കുറച്ച് തരുന്നത്, നമുക്ക് കൊട്ടേഷൻ അവരെ വാങ്ങിക്കാം. We can take quotation from teams to get people killed. മനുഷ്യന്റെ ജീവനെ എടുക്കാനൊന്നും ഇപ്പൊ ഒന്നും വലിയ വിഷയമൊന്നുമല്ല. Taking someone's life is. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. We are living in such times where it's easy to ഒരാളെ kill someone. സൂക്ഷിച്ച് നോക്കാനൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ എന്നാടാ നോക്കുന്നു പറഞ്ഞ് അങ്ങ് ചാടാൻ വരിക. പിന്നെ you can't even look at certain people, they come against you if you look at them. ദൈവ പൈതൽ അതിനകത്തൊന്നും പെട്ടുപോകല്ലേ. അതിന്റെ ആവശ്യമില്ല, അതിന്റെ കീഴിലല്ല. ഇന്ന് രാവിലെ വിശ്വസിക്കും, ഞാൻ അതിന്റെ കീഴിലല്ല, ഞാൻ പരിഭവാനമായ യേശുവിന്റെ രക്തത്തിന്റെ കീഴിലാണ്. ദൈവത്തിന്റെ തേജസ്സാണ് എന്നെ മൂടിയിരിക്കുന്നത്. I am not under the influence of darkness. God's glory has covered me. I am a child of God. Bankruptcy of light is darkness. ഇരുട്ടെന്ന് പറയുന്നത് വെളിച്ചമില്ലായ്മയുടെ പാപ്പരത്വമാണ്, വെളിച്ചമില്ലായ്മയുടെ അവസ്ഥയാണ്. Darkness is bankruptcy of light. Absence of light. വെളിച്ചമില്ലാതിരിക്കുന്ന അവസ്ഥയാണ് ഇരുട്ടെന്ന് പറയുന്നത്. It's absence of light. നിങ്ങൾ നോക്കിയേ, വെളിച്ചമില്ലെങ്കിലുള്ള കുഴപ്പം എന്തുവാ? കൺഫ്യൂഷൻ ആണ്. കൺഫ്യൂഷൻ അല്ല, and there is confusion. എന്താ ഒന്നും മനസ്സിലാകത്തില്ല. You don't understand what's രാവിലെ happening. എഴുന്നേൽക്കുമ്പോഴേ ഇത് എന്തുവാ ഒന്നും ഒരു പിടിയും കിട്ടുന്നില്ല. കാലാവസ്ഥയിലോട്ട് നോക്കിയ വലിയ പ്രശ്നം, ഭയങ്കരം ചൂടും. You don't understand. You wake up in the morning and you don't really realize what's happening. It's the weather is bad. കൺഫ്യൂഷനാണ്, ഭയങ്കര കൺഫ്യൂഷനാണ്. Total confusion. ആത്മീയതയിൽ പോലും വ്യക്തതയില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. Even in spirituality we are not clear. ഏതാണ് ശരി, ഏതാ ശരി, what is right? ഇത് ഐഡന്റിറ്റി നഷ്ടപ്പെട്ട ആൾക്കാരുടെ. People have lost their identity. ചിലപ്പോൾ പുറകെ കൂടെ നടന്നു പോകുന്നവരുടെ മുമ്പിൽ പോകുന്ന ഒരു പെങ്കൊച്ചാന്തി ആയിരിക്കും, ആ മുമ്പിലോട്ട് ചെല്ലുമ്പോഴായിരിക്കും ഇവനൊരു ചെറുക്കനാന്ന് മനസ്സിലാകുന്നത്. Sometimes when we see somebody walking ahead looks like a girl, but when we go ahead we see this is a boy. കഴിഞ്ഞ ദിവസം ഒരു പാസ്റ്റർ പറയായിരുന്നു, ഒരു അമ്മ മോനെയും കൊണ്ട്, ഒരു സുന്ദരിയായ മോളെയും കൊണ്ട് പ്രാർത്ഥിക്കാൻ വന്നു. The other day one pastor was mentioning that one mother came with a beautiful daughter. സുന്ദരിയായ മോളെയും കൊണ്ട് പ്രാർത്ഥിക്കാൻ വന്നിട്ട് പറയാ, പാസ്റ്റർ എന്റെ മോന് വേണ്ടി പ്രാർത്ഥിക്കണം. And says, pray for my son. അപ്പൊ പാസ്റ്റർ ഇങ്ങനെ വരണ്ട് നിൽക്കുക, മോളെ സുന്ദരിയായ മോളെ കണ്ടിട്ട് മോന് വേണ്ടി പ്രാർത്ഥിക്കാം. ചില വീട്ടിലൊക്കെ മോളെയൊക്കെ മോനെന്ന് വിളിക്കും. എന്നാ ഞാൻ വിചാരിച്ചു. ഉടനെ അമ്മ പറയാണ്, ഇവൻ ജനിച്ചത് മോനായിട്ടാ ജനിച്ചത്, പക്ഷെ അവനിപ്പോൾ എന്താ ചെയ്ത്, സർജറി ചെയ്ത് അവൻ മോളായി തീർന്നു, അതുകൊണ്ട് മോന് വേണ്ടി പ്രാർത്ഥിക്കണം. So the mother says that she was born as my daughter, but he did a surgery and it's become a son. Confusion. എല്ലായിടത്തും കൺഫ്യൂഷൻ. ആരാ എന്തോ ഒന്നും ഒരു ഐഡന്റിറ്റി നല്ല നഷ്ടപ്പെടുകയും. Everybody is losing their identity. ആരെയൊക്കെ ഫോളോ ചെയ്ത് ജീവിക്കാൻ ആൾക്കാർ പോകുന്നത്. People want to follow someone and ഇതൊന്നും മിണ്ടാനൊക്കത്തില്ല. എന്റെ ബ്രദറിന്റെ മക്കൾ ഇന്നലെ വന്നപ്പോൾ അവര് പറയാം, ന്യൂസിലാൻഡിൽ പിള്ളേരെ പഠിപ്പിക്കുകയാണ് ഈ എന്താണ് LGBTQ ഒക്കെ എന്താന്ന് സ്കൂളിൽ പഠിപ്പിക്കുക. ഒന്നും മിണ്ടാനൊക്കത്തില്ല. So my niece was telling me that even in New Zealand children are taught about LGBT പേരൻസിലൂടെ പിള്ളേർക്ക് കിടന്നുറങ്ങാനൊക്കത്തില്ല, അവരെ വേറെ റൂമിൽ കിടത്തിക്കണമെന്ന്. Children cannot sleep with parents, they have to sleep separately. പിള്ളേരെ വഴക്ക് പറയാനൊക്കത്തില്ല, അടിക്കാനൊക്കത്തില്ല, ഒന്നും ചെയ്യാനൊക്കത്തില്ല. അവിടെ വിദേശ രാജ്യങ്ങളിലൊക്കെ ഭയങ്കര അങ്ങനത്തെ കർക്കശ നിയമങ്ങളാണ്. There are stringent laws abroad. You cannot. അതിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ താമസിക്കുന്നവർ വാസ്തവത്തിൽ അപ്പൻ ചിലപ്പോൾ ഇവന്റെ അപ്പനായിരിക്കത്തില്ല. ആ സ്ത്രീ പല പ്രാവശ്യം കല്യാണം കഴിച്ചിട്ട് വരുന്ന ഏതെങ്കിലും ഒരുത്തനായിരിക്കും ഈ അപ്പൻ, അല്ലെങ്കിൽ അമ്മ അങ്ങനെ ആയിരിക്കും. അതുകൊണ്ട് പിള്ളേർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അതല്ല നമ്മളിവിടെ കോപ്പി ചെയ്യുക. The reason why they have such laws is the father may not be the real father. It could be a stepfather and he can harm the child, and so there are laws. We are copying all those things. വിനോദിന് ബിൻസി അല്ലാതെ വേറെ ഒരു സ്ത്രീ അറിയത്തില്ല, എന്നാലും പിള്ളേരെ പുറത്തു കിടത്തു. അമേരിക്കയിൽ അങ്ങനെയാന്ന് പറഞ്ഞു. Vinod brother has only one wife, but still he doesn't keep his children with him. ഓരോ രാജ്യത്ത് നിയമങ്ങൾ ഉണ്ടാക്കുന്ന അവരുടെ നമുക്ക് ഈ വിദേശീയമായ ഇതെല്ലാം സ്വീകരിക്കാനാണ് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. സായിപ്പന്നോ കാണിക്കുന്നു, സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കുന്നു പറഞ്ഞില്ല, സായിപ്പ് എന്തെങ്കിലും കാണിച്ചാൽ ഉടനെ നമ്മളത് കോപ്പി. We like to imitate what the foreigners do blindly. നമ്മൾ നിൽക്കുന്ന ഒരു കൾച്ചർ ജീസസ് കൾച്ചറാണ്.
We are standing in അതൊരിക്കലും കളയരുതേ. നമ്മുടെ ഐഡന്റിറ്റി യേശു കർത്താവിലാകുന്നു. Our identity is in Jesus Christ. എന്തൊരു കൺഫ്യൂഷനാ എല്ലായിടത്തും. ചർച്ചിൽ പോയാലും കൺഫ്യൂഷനാ. Church is also confusing. എന്നാന്ന് ചോദിച്ചാൽ ടീച്ചിങ്ങിനെ കുറിച്ചുള്ള കൺഫ്യൂഷൻ. കാര്യം യൂട്യൂബിലൊക്കെ പലതും കണ്ട് അതും കണ്ട് ഇതും കണ്ട് 100,000 പാർട്ട്ണർമാരെ മെസ്സേജും കണ്ട് ആപ്പോടെ കൺഫ്യൂസ്ഡ് അടിച്ച് ഇന്ന് രാവിലെ ചിലരിക്കുന്നത് എന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്നത്. Some of you are അയ്യോ ആരെയും അറിയാൻ വയ്യാത്തത്. ഇപ്പം you know so many pastors on YouTube and different teachings, you are confused. ഞങ്ങൾ ശാന്തമായി പോകുന്ന ഒരു ചർച്ചാണ്. ചുമ്മാ വെറുതെ അവിടെ ഇവിടെ ഇരുന്നല്ല കേട്ട ചിനകത്ത് വന്നിരുന്നുണ്ട് കുത്തിത്തിരിപ്പുണ്ടാക്കില്ല. അടുത്തിരിക്കുന്ന ആളുകൾ കുത്തിത്തിരിപ്പുണ്ടാക്കില്ല. ഞാൻ ഇതെങ്ങനെയും ഓടിച്ച് കൊണ്ടുപോയിക്കോട്ടെ. We are a church, peaceful church. Please don't come here and bring division. കൈ കൊടുത്തില്ല. അത് ആരും കൈ കൊടുത്തിട്ടില്ല. Please give a hand to the person next to അപ്പുറത്തെ ആൾക്ക് തന്നെ കൈ കൊടുത്തു പറ കുത്തിത്തിരിപ്പുണ്ടാക്കല്ലേ. Please don't bring division കാര്യം in the നീയേ church. കൺഫ്യൂസ്ഡ് ആണ്. നിനക്കേ മൊത്തം കൺഫ്യൂഷൻ ആണ്. I know that you are നിന്റെ confused. കൺഫ്യൂഷൻ എല്ലാം കൂടി ഇതിനകത്തുണ്ടാക്കി. ഇവിടെ ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ ക്ലിയർ ആയിട്ടാ പറഞ്ഞു പോകുന്നത്. നീ അവിടെ ഇവിടെ എല്ലാം കേട്ടിട്ട് കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ട് ഇതിനകത്ത് ഇരുന്ന് വെച്ച് ഇങ്ങനെ ബർമ്മ വെക്കരുത്. We have no confusion, but you don't hear unnecessary things and bring confusion into the church. അത് ഞാൻ പറഞ്ഞപ്പോ എന്നെ പരിശുദ്ധാത്മാവ് പഠിപ്പിച്ചൊരു സാധനമുണ്ട്. കാര്യം എനിക്ക് ആദ്യ സമയങ്ങളിൽ ഒരു വാക്കുപോലും പറയാൻ അത് അറിയാൻ വയ്യാതിരുന്ന ഒരു കാലഘട്ടമുണ്ട്. There was a time where I didn't know any word to speak. അന്നേരം മത്തായി 10:19 എന്നെ പരിശുദ്ധാത്മാവ് കാണിച്ചു. എനിക്ക് അങ്ങനെ ഒരു വാക്യം ഉണ്ടെന്ന് പോലും അറിയത്തില്ല. കാണിച്ചിട്ട് എന്നെ ബലപ്പെടുത്തി. Matthew 10:19, the Holy Spirit showed me and strengthened me. എന്നാൽ നിങ്ങളെ ഏൽപ്പിക്കുമ്പോൾ എങ്ങനെയോ എന്തോ പറയേണ്ടെന്ന് വിചാരിക്കേണ്ട. പറയാനുള്ളത് ആ നാഴികയിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പരിശുദ്ധാത്മാവ് എന്നെ കാണിച്ചു. Holy Spirit showed me that do not worry what to speak. At that time I will tell you what you need to speak. അപ്പുറത്തെ ആൾക്ക് കൈ കൊടുത്ത ചോറെ പാസ്റ്റർ ഇതെങ്ങനെയും ഒന്ന് നടത്തിക്കൊണ്ട് പോട്ടെ. കുത്തിത്തിരിപ്പുണ്ടാക്കല്ല. Tell the person next to you, let pastor ഇങ്ങനെയും lead this വല്ലച്ചാതി ഞാൻ congregation. ഇതങ്ങ് നടത്തിക്കൊണ്ട് പോട്ടെ. വെറുതെ വഴക്കുണ്ടാക്കാൻ ഇതിന്റെ ഇടയ്ക്ക് കയറി നിങ്ങളുടെ ആശയമൊന്നും ഇതിനകത്തൊന്നും ഇറക്കല്ലേ. Please allow the pastor to lead this congregation somehow. നിങ്ങൾ ഭയങ്കര പുള്ളിയാന്ന് എനിക്കറിയാം. പക്ഷെ ഇവിടെ അത് വേണ്ട. ഇവിടെ വേണ്ട. ആ കച്ചവടം ഒന്നും ഇവിടെ വേണ്ട. I know that you are a great person, but don't bring your God own has given me philosophies. grace to teach my people. എന്റെ ആൾക്കാരെ പഠിപ്പിക്കാൻ എനിക്ക് കർത്താവ് കൃപ തന്നിട്ടുണ്ട്. God has given me the grace to teach. നിങ്ങളുടെ ആശയങ്ങളൊന്നും ഇവിടെ കേൾക്കുകയും വേണ്ട, അറിയാൻ വേണ്ട. We don't want to hear your philosophies. നിങ്ങളുടെ വീട്ടിനകത്ത് കപ്പയാന്നോ പുഴുക്കാന്നോ ചേമ്പാന്നോ ഇന്ന് രാവിലെ എന്തെങ്കിലും തിന്നു അത് കഴിച്ചല്ലോ. അത് നല്ല സന്തോഷമുള്ള കാര്യം. You might have cooked whatever in your home and you have it yourself. ഞാൻ എന്റെ ഈ ബജിക്കട നടത്തിക്കോട്ടെ. Let me run my bhaji shop. ഹല്ലേലൂയ. Hallelujah. നമ്മുടെ കൺഫ്യൂഷനാ, മൊത്തം കൺഫ്യൂഷനാ. So total confusion. മൊത്തം എല്ലായിടത്തും കൺഫ്യൂഷനാണ്. Total confusion everywhere. എന്തുകൊണ്ടാണ് ഈ കൺഫ്യൂഷൻ? Why confusion? ഇരുട്ടിന്റെ സ്വാധീനങ്ങൾ. Because of the influence of ആമേൻ. darkness. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് പരിശുദ്ധാത്മാവിനോട് ചേർന്ന് ഇന്ന് പറ, പരിശുദ്ധാത്മാവ് നിന്നെ വെളിച്ചത്തിലേക്ക് നയിക്കുന്നവരാണ്. Today join with the Holy Spirit who will lead you into the light. പരിശുദ്ധാത്മാവ് വെളിച്ചമാകുന്നു. Holy Spirit is light. അവൻ വചനത്തിന്റെ വെളിച്ചം നിന്റെ അകത്ത് കൊണ്ടുതരും. He will bring you the light of the word. ആമേൻ. വചനത്തിന്റെ വെളിച്ചം നിന്റെ അകത്തിറങ്ങി നീ ആള് മാറട്ടെ. When the light of the word gets into you, you will become a different person. Amen. Hallelujah. This is the most confused generation. ഇത്രയും അധികം കൺഫ്യൂഷൻ ഉള്ള ഒരു തലമുറ ഇതുവരെ ഉണ്ടായിട്ടില്ല. We've never had a generation so confused as this. ദൈവം ആഗ്രഹിക്കുന്ന നല്ല ശുശ്രൂഷകളിൽ പോലും പലരും ചെയ്യുന്നത്. Even ministry people are doing against the will of God. കാര്യം അവർക്ക് അവരുടേതായിരിക്കുന്ന ഇഷ്ടത്തിനകത്ത്. കഴിഞ്ഞ ദിവസം ഇവിടെ വന്ന് ചിലർക്കൊക്കെ പാസ്റ്റേഴ്സ് മീറ്റിംഗിൽ ഇരുന്നവർക്കൊക്കെ മനസ്സിലാകും AI-യുടെ സഹായത്തോടു കൂടിയാണ് പലതും ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ വന്നു കഴിഞ്ഞപ്പം AI എന്ന് പറയുന്ന അങ്ങനത്തെ ഒരു സംഭവം. ഇപ്പം നിങ്ങളുടെയൊക്കെ വാട്സാപ്പിനകത്തൊക്കെ AI ഉണ്ട്. മെറ്റ AI എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഇന്ന് പറയേണ്ട ഒരു മെസ്സേജ് ഞാൻ ടൈപ്പ് ചെയ്താൽ മതി. ഗ്ലോറിയെ കുറിച്ച് ഒരു മെസ്സേജ് പറഞ്ഞാന്ന് പറഞ്ഞാൽ പുള്ളി അതെല്ലാം കറക്റ്റ് നമുക്ക് കറക്റ്റ് തരും. ഒരു കൺഫ്യൂഷനും ഇല്ലാതെ പറഞ്ഞു തരും. Last Monday when we had the pastors meeting, we were talking about the use of AI even in ministry. If you want a message, AI will give you the right message if you give the topic. ഹല്ലേലൂയ. അങ്ങനെ ഒരു മെസ്സേജും കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങളും പടി പോലിരിക്കും, ഞാനും പടി പോലിരിക്കും. If I give such a message, I am done. അവിടെ ഇരുന്നുകൊണ്ട് പറ, പരിശുദ്ധാത്മാവേ എന്നെ വചനത്തിന്റെ വെളിച്ചത്തിൽ നടത്തണമേ. Holy Spirit, lead me in the light of the word. Amen. Hallelujah. This is the confusion എന്ന് പറയുന്ന ഇന്റർനെറ്റ് is the headquarters of confusion. ഇന്റർനെറ്റിനകത്ത് കയറി തപ്പി മൊത്തം കൺഫ്യൂഷനായി. Internet is full of confusion. എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞ ഇന്റർനെറ്റിന്റെ സഹായം തേടുമ്പോൾ മൊത്തം എന്താ പറ്റുന്നത്? ഇത് അങ്ങനല്ലല്ലോ, ഇത് ഇങ്ങനല്ലല്ലോ, ഇങ്ങനെ അങ്ങനല്ലല്ലോ. ഇന്ന് പാസ്റ്റർ പറഞ്ഞു പോയി ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്യുക, ഇത് അങ്ങനല്ലല്ലോ. You are searching on the internet and you get confusing information. Amen. Hallelujah. See, confused people looking for whom to confuse. കുഴപ്പം പിടിച്ചവനെല്ലാം
ആരെയും ഒന്ന് കിട്ടിയ അവനെ അങ്ങ് കുഴപ്പം പിടിപ്പിക്കാൻ വേണ്ടി നടക്കുക. The confused people are looking whom they can confuse. അവരിങ്ങനെ ബ്ലോഗൊക്കെ എഴുതിക്കളയും, അവിടെ ഇവിടെ ഭയങ്കര എഴുതിയിരിക്കും, അവരുടെ ആശയങ്ങളെല്ലാം കൂടെ ചേർത്ത്. ഇപ്പം മിത്രൻ എന്ന് പറഞ്ഞവരുണ്ട്, ഇന്നാളെ ആരാണ്ട് പറഞ്ഞു കേട്ടോ, മിത്രൻ വലിയ പുള്ളിയാന്ന് പറഞ്ഞു കേട്ടോ. മിത്രൻ എന്ന് പറഞ്ഞു, ഞാൻ പറയുന്നതൊന്നും കാണല്ലേ, പഠിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ ആരോടെങ്കിലും സംസാരിക്കാൻ വേണ്ടി കാണുന്നതല്ലാണ്ട് ഇങ്ങനെയുള്ളവരെ ഒന്നും നമ്മൾ കണ്ട് നമ്മുടെ അകത്ത് ആശയം കയറ്റി കഴിഞ്ഞാൽ ഇരുട്ടായി പോകും. The problem with confused people are they want to somehow instill their confusion in others. They will write blogs, they will come up with their ideas. Don't go after them, don't read all those stuff. ഇരുട്ടാണോ ഇല്ലയോ എന്ന് അറിയാൻ ഒറ്റ കാര്യം പെട്ടെന്ന് ശ്രദ്ധിക്കാൻ, ചർച്ചയിൽ വരാതിരിക്കുന്നുണ്ടെങ്കിൽ ഇരുട്ട് കയറി നടത്തും. There is one test to see whether you are in darkness. ഇരുട്ട് കയറിയത് കൊണ്ട് ചർച്ച വിരോധമായി. If you are not coming to church, surely you are in darkness. പാസ്റ്ററിനോട് എതിർപ്പ് തുടങ്ങിയ ഇരുട്ട് എവിടെയോ കയറി. ഇരുട്ട് വരുന്നതുകൊണ്ടാണ് ഈ എതിർക്കാനുള്ള പ്രവണതകൾ ഉണ്ടാകുന്നത്. ഇരുട്ടാ പിന്നെ അവരെ പിന്നെ സ്വാധീനിക്കുന്നത് അവർക്ക് പോലും അറിയത്തില്ല, അവരെ കൊണ്ട് നഷ്ടപ്പെട്ടു പോകുന്നു. If you are turning against a pastor, turning against church, you are under the influence of darkness. വെളിച്ചത്തിന്റെ സന്ദേശത്തിന് നേരെ തിരിഞ്ഞു നിന്ന് കഴിഞ്ഞാൽ ഇരുട്ട് പിടിച്ചെന്നാ അതിന്റെ അർത്ഥം. If you are turning your back against the light of the word, you have darkness. നിങ്ങൾ അങ്ങനെയുള്ളവരെല്ലാം ശ്രദ്ധിച്ച് കൺഫ്യൂസ്ഡ് ആയി എന്നാ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അവർ പിന്നെ ഒരു ചർച്ചിലും പോകത്തില്ല, ആകെപ്പാടെ കൺഫ്യൂസ്ഡ് ആയിട്ട് മാറും. They will become confused. അതുകൊണ്ടാണ് പറയുന്നത് ഈ രണ്ട് വള്ളത്തെ പോലെ നിൽക്കുക. കൺഫ്യൂഷനാ കാര്യം. വേറമായി ട്രാവലിംഗ്, ഞാൻ എങ്ങോട്ടായി യാത്ര ചെയ്തു പോകുന്നത്, കൺഫ്യൂസ്ഡ് ആയി പോകും. They are confused. Where are you traveling? പലരും ഹിന്ദു മാർഗത്തിൽ നിന്നൊക്കെ കയറി വന്നവരാ. വന്നു കഴിഞ്ഞിട്ട് ചർച്ചിന്റെ ഭാഗമായിട്ട് നിൽക്കണ അപ്പുറത്തെ അമ്പലത്തിൽ ഉത്സവം നടക്കുമ്പോൾ അവിടെ പോയി നിൽക്കാൻ പറ്റുമോ? പോയാൽ പോയി, കാര്യം ഇരുട്ട് കയറി സ്വാധീനമാ പിടിക്കും. Many have come from Hindu background, and after coming to church, if you are going for a festival in the temple, how can the darkness can easily influence you? മദ്യപാനങ്ങൾ വിട്ടിട്ട് വന്നവരാ. വെള്ളം അടിക്കുന്നതിനോട് പോയിരുന്ന് ചച്ചാരം തൊട്ട് നോക്കി മറ്റേ കുടിക്കുന്നില്ലായിരിക്കും, അവിടെ ഇരുന്ന് കമ്പനി കൊടുത്താൽ എങ്ങനെ ഇരിക്കും? ഇരുട്ട് കയറി തന്നെ സ്വാധീനിക്കും. You came out of drunkenness and then now you're going to give company to those who are drinking. You can get influenced. ഞാൻ 40 സിഗരറ്റ് വലിക്കുമായിരുന്നു. സിഗരറ്റ് വലിക്കുന്ന പിള്ളേരെ കണ്ട് ഞാൻ അന്നേരം ചെന്ന് ചോറേ മോനെ വലിക്കില്ലെന്ന് പറയും. I used to smoke 40 cigarettes when I see children smoking. I tell them അത് സുവിശേഷത്തിന്റെ അപ്പുറത്തായി നിന്റെ ലങ്സിനെ അത് നശിപ്പിച്ചു കളയും. നിനക്കുള്ള ബ്രീത്തിങ് കപ്പാസിറ്റി അത് നശിപ്പിക്കും ഈ പുകവലി. Beyond the gospel, I tell them this will harm your lungs and your breathing capacity. ഒരു സമയത്ത് എന്റെ ലങ്സിന്റെ എക്സ്റേ എടുക്കുന്നവരുടെ ഡോക്ടർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും കാണാനില്ലല്ലോ, മൊത്തം പുകയായിട്ടിരിക്കുക. At one point when doctor took my x-ray, doctor said I can't even see your lungs, it's full of smoke. ഇന്ന് എനിക്ക് പുകവലിക്കുന്ന ഒരുത്തനെ കാണുമ്പോൾ സങ്കടമാണ് തോന്നുന്നത്. അയ്യോ ഇവൻ വലിച്ച് ചാകുകയാണല്ലോ. Today when I see somebody smoking, I have compassion on the person. നമ്മൾ വെളിച്ചത്തിന്റെ മക്കളാണ്. കർത്താവിന്റെ വെളിച്ചം നമ്മുടെ അകത്തിരിക്കുന്ന വെളിച്ചത്തിന് സാക്ഷികളായി നിൽക്കുവാനാണ് കർത്താവ് നമ്മളെ ആക്കിയിരിക്കുന്നത്. നിന്റെ സകല ദുഷ്ട സ്വഭാവങ്ങളെ വിട്ടുകളയുക. Leave all your evil habits. ആമേൻ. ഇന്ന് രാവിലെ you commit yourself. നിന്റെ കർത്താവിലെ പറ, അവിടെ ഇരുന്നുകൊണ്ട് പറ, കർത്താവേ എന്റെ ജീവിതത്തെ ഞാൻ നിന്നിൽ ഏൽപ്പിക്കുന്നു, അങ്ങയുടെ വെളിച്ചത്തിൽ എനിക്ക് നടക്കണം. Today commit yourself to the Lord and വാകളെ തുറന്നു പറ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ ഡയറക്ഷനിൽ എനിക്ക് നടക്കണം, ദൈവത്തിന്റെ തേജസ്സ് കൊണ്ട് എന്നെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. I want to walk in the direction of the Holy Spirit, cover me with your glory. See, confusion കയറി കഴിഞ്ഞാൽ you will try to fool people. ആദ്യം ഫൂൾ ചെയ്യുന്നറിയാം, ചർച്ചിനെയും പാസ്റ്ററിനെയും ഫൂൾ ചെയ്യാൻ നോക്കും. കാര്യം ഇരുട്ടിൽ വെളിച്ചം വന്നത്, വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടിലോട്ട് പോകുന്നതിന്റെ ഏറ്റവും വലിയ കാര്യം കള്ളം പറയാൻ തുടങ്ങും, ഉള്ള സത്യം പറയത്തില്ല. The biggest evidence of walking into darkness is you begin to lie, you try to cheat. അക്കൗണ്ടബിലിറ്റി നഷ്ടപ്പെടുത്തും. അതൊക്കെ എല്ലാം ഇപ്പൊ ഞാൻ അങ്ങോട്ട് പാസ്റ്ററിനോട് പറയണമെന്നുണ്ടോ? You lose accountability. ചിലർ വിചാരിക്കുന്ന പാസ്റ്റർ ഇങ്ങനെ എന്താ പറയുന്നത്, ഇങ്ങനെ ചരടെ പിടിച്ച് ഇങ്ങനെ വലിച്ചുകൊണ്ട് നടക്കുന്നത്. എനിക്ക് അതിന്റെ ഒന്നും ആവശ്യമൊന്നുമില്ലേ. You might think that pastor is trying to control you. നീ കർത്താവിന്റെ വെളിച്ചമാണ് നിന്റെ അകത്തിരിക്കുന്നത് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിന്നെ ടേക്ക് കെയർ ചെയ്യാൻ ദൈവം അപ്പോയിന്റ് ചെയ്ത ആളുടെ അടുക്കൽ നിനക്ക് അക്കൗണ്ടബിലിറ്റി ഉണ്ടാകണം. If you believe that God has appointed him, you should allow him to take care of you. ഇടയ്ക്കിടയ്ക്ക് ഈ കത്തി നിന്റെ കരിന്തിരി മുറിച്ചുകളയാൻ ഒരാളെ ആക്കണം. നിന്റെ കരിന്തിരിയെ മുറിച്ചുകളയാൻ നീ അനുവദിക്കണം. പെയിൻഫുള്ളാ, എല്ലാം പറയേണ്ടി വരും ചിലപ്പം. You must allow someone to trim the burned wick of your life. അതുകൊണ്ട് തന്നെ ഒത്തിരി പേരും വെളിച്ചവും കത്തുന്നുണ്ട്, പക്ഷെ ആ വെളിച്ചത്തിന്റെ അടുക്ക് പോയിരിക്കാനൊക്കത്തില്ല, മൊത്തം കരിയ. Many people are burning, but it's full. ഞാൻ പറഞ്ഞ സാക്ഷിയൊക്കെ പറയുന്ന ശ്രദ്ധിച്ച് സാക്ഷ്യം പറഞ്ഞില്ല, അപ്പുറത്തിരിക്കുന്നുണ്ട് സാക്ഷ്യം കൂടെ നിങ്ങൾ നശിപ്പിച്ചു കളയും. Give your testimony properly, lest you. എന്തോ ഈ സാക്ഷ്യം പറയുന്നത്, സാക്ഷ്യം പറയാൻ കഴിഞ്ഞിട്ട് ഇരിക്കുന്നവരെ മൊത്തം കരിന്തിരിയുടെ വെളിച്ചം വരുന്നെങ്കിൽ അപ്പുറത്ത് ഒരുത്തിന് എങ്ങനെയും ഗുണം പിടിക്കാൻ വന്നിരിക്കുന്നത് നിന്റെ സാക്ഷ്യം കേട്ട് അവനോട് പോകും, ഉള്ളതോടെ പോകും.
You're coming to give testimony, but it's like a burnt wick. The other person will lose his testimony. So ഇന്ന് പറ, കർത്താവേ ദൈവ തേജസ്സ് കൊണ്ട് എന്നെ നിറയ്ക്കണമേ, ദൈവ തേജസ്സ് കൊണ്ട് എന്നെ മറയ്ക്കണമേ. ഇന്ന് ആഗ്രഹിക്കുക, കർത്താവേ നിന്റെ തേജസ്സിനകത്ത് എന്നെ നിർത്തണമേ. Today desire, Lord, fill me with your glory. Cover me with your glory. Make me stand in your glory. രണ്ടാമത്തെ കാര്യം, ദൈവ തേജസ്സിന്റെ മൂല്യം എന്താണ്? What is the value of God's glory? The second point, what is the value of God's glory? യെശയ്യാ 4:5 വാക്യങ്ങൾ വായിച്ചു കേൾക്കാം. Isaiah 4:4 and 5. സിയോനിൽ മിഞ്ചിയിരിക്കുന്നവനും യെരൂശലേമിൽ ശേഷിച്ചിരിക്കുന്നവനും ഇങ്ങനെ യെരൂശലേമിൽ ജീവനുള്ളവരുടെ കൂട്ടത്തിൽ പേർ എഴുതിയിരിക്കുന്ന ഏവനും തന്നെ വിശുദ്ധൻ എന്ന് വിളിക്കപ്പെടും. കർത്താവ് സിയോൻ പർവ്വതത്തിലെ സകല വാസസ്ഥലത്തിന്മേലും അതിലെ സഭായോഗങ്ങളിന്മേലും പകലിനൊരു മേഘവും പുകയും രാത്രിക്ക് അഗ്നിജ്വാലയുടെ പ്രകാശവും സൃഷ്ടിക്കും. ഒന്നാമത്തെ കാര്യം, 4 വാക്യത്തിൽ എഴുതിയിരിക്കുന്ന സകല ഫിൽത്തി കാര്യങ്ങളെയും സിയോനിൽ മിഞ്ചിയിരിക്കുന്ന യെരൂശലേമിൽ ശേഷിച്ച്, ഇങ്ങനെ യെരൂശലേമിൽ ജീവനുള്ളവരുടെ കൂട്ടത്തിൽ പേരെഴുതിയിരിക്കും ഏവനും വിശുദ്ധൻ എന്ന് വിളിക്കപ്പെടും. എങ്ങനൊക്കെ നീ ഫിൽത്തിയായിരുന്നാലും നിന്നെ കർത്താവ് മാറ്റാൻ ആഗ്രഹിക്കുകയാണ്. നീ വിശുദ്ധന്മാരുടെ പട്ടികയിൽ വരണമെന്ന കർത്താവിന്റെ ആഗ്രഹം. God wants you to be in the list of holy people, and he wants to wash away all kinds of filth. 5-ാമത്തെ വാക്യത്തിലേക്ക് അങ്ങനെ വരുന്നുണ്ടേ ഈ കർത്താവിന്റെ തേജസ് എന്തായിട്ടാണ് മാറുന്നത്? കർത്താവിന്റെ തേജസ്, ദൈവത്തിന്റെ തേജസ് ഒരു ഡിഫൻസ് ആയിട്ട് മാറും. At that point, the glory of God will become a defense for you. നിന്റെ കവചമായിട്ട് കർത്താവിന്റെ തേജസ് മാറും. It will become a covering upon you. ഞാനും നിങ്ങളും ആരും പറഞ്ഞിട്ടല്ല കർത്താവ് കുരിശിൽ മരിച്ചത്. കർത്താവിന്റെ കുരിശിലെ രക്തം നമ്മളെ വിശുദ്ധരാക്കി തീർത്തിട്ടുണ്ടെങ്കിൽ അവന്റെ തേജസ് നമുക്ക് ഒരു ആവരണമായി കവചമായിട്ടിരിക്കും എപ്പോഴും. If the Lord has shed his blood and purchased us, his glory will be like a covering around us. ഒരു പരിചയാണ് കർത്താവിന്റെ തേജസ് എന്ന് പറയുന്നത്. It will become a shield over us. ഇരുട്ടിന്റെ ആധിപത്യത്തിന് നേരെയുള്ള ഒരു ഡിഫൻസ് ആണ് കർത്താവിന്റെ മഹത്വം എന്ന് പറയുന്നത്. God's glory is a defense It is a protection. It is a protection for നിനക്ക് വേണ്ടി അവന്റെ സംരക്ഷണമാണ് ദൈവത്തിന്റെ തേജസ് എന്ന് പറയുന്നത്. God's glory is protection against darkness. അതുകൊണ്ട് നീ ദുഷ്ടനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ദുഷ്ടൻ എവിടെയും നിൽക്കട്ടെ. ദുഷ്ടനും ഇരുട്ടൊന്നും നിന്റെ വിഷയമല്ല. നീ കർത്താവിൽ വെളിച്ചമാണ്. ദുഷ്ടന്റെ ആധിപത്യത്തിനകത്തല്ല നീ ഇരിക്കുന്നത്. You are not in the dominion of the evil one. You are under the Lord. അതുകൊണ്ട് 127 ദുഷ്ടന്റെ തീയമ്പുകളെ നേരിടുവാൻ തക്കോണമായിരിക്കുന്ന ദൈവത്തിന്റെ മഹത്വമാണ് നിന്നെ മൂടിയിരിക്കുന്നത്. The glory that covers you will be able to come against the darts of the enemy. ഏത് മാറാ രോഗമാണെങ്കിലും ദൈവത്തിന്റെ തേജസ് നിന്നെ മൂടിയിരിക്കുകയാണെങ്കിൽ രോഗം വന്നതേ കാണത്തുള്ളൂ. രോഗത്തിന് ഇരിക്കാൻ ഒക്കത്തില്ല. രോഗം നിന്നെ വിട്ട് മാറുവാൻ തക്കോണമായി ദൈവത്തിന്റെ മഹത്വം നിനക്ക് വേണ്ടി സംസാരിക്കും. No matter what sickness has overtaken you, the glory of the Lord will speak for you. ആമേൻ. ഏത് കഷ്ടതയാണെങ്കിലും ജെരുക്കമാണെങ്കിലും ദൈവത്തിന്റെ പരിചയമാകുന്ന ദൈവത്തിന്റെ തേജസ് ഇന്ന് രാവിലെ വെളിപ്പെടാൻ വേണ്ടി ഇരിക്കുന്നിടത്ത് ഇരുന്നുകൊണ്ട് പറ, കർത്താവേ അങ്ങയുടെ മഹത്വം കൊണ്ട് എന്നെ നിറയ്ക്കണമേ, അങ്ങയുടെ തേജസ് എന്നിൽ വെളിപ്പെടണമേ. Today, whatever kind of sickness, whatever problem, pray today, Lord, let your glory cover me, let your glory fill me. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ കുരങ്ങന്മാരെ കണ്ടിട്ടുണ്ടോ? മങ്കീസ്. Have you seen monkeys? മങ്കി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കുഞ്ഞെങ്ങനെ കുരങ്ങിന്റെ ദേഹത്ത്, തള്ളക്കുരങ്ങിന്റെ ദേഹത്ത് എങ്ങനെ ഈ കുരങ്ങിയിരിക്കുന്നത്? How does a baby monkey cling on to the mother monkey? തള്ള പിടിക്കത്തില്ല. Mother won't hold it. ഒത്തിരി പേരും ഈ മങ്കി ക്രിസ്ത്യൻസാ. Most of us are like these monkey Christians. കാര്യം പിടിച്ചിരിക്കുക, ഏത് സമയത്തും വിട്ടിട്ട് പോകാന്നുള്ള. Anytime we can leave. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയമേ, ഇങ്ങനെ തള്ളയെടുത്ത് എങ്ങോട്ട് ചാടിയാലും wherever the mother jumps, കുഞ്ഞു പറയും ഇത് എനിക്ക് വീണ് ചാകാൻ എനിക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞ് അള്ളി പിടിച്ചിരിക്കുന്ന കണ്ടിട്ടില്ലേ? the baby monkey just clings on to the body of the മുറുകെ പിടിച്ചിരിക്കണം. clings so tightly. അന്ന് കർത്താവിന്റെ മക്കൾ കർത്താവിനെ മുറുകെ പിടിക്കുകയല്ല, കർത്താവ് നിന്നെ മുറുകെ പിടിച്ചിരിക്കുക. The children of God is holding us Never so try tightly. to be a monkey Christian. നീ ഒരു കുരങ്ങിനെ പോലെ ഇരിക്കാതെ ഞാൻ കർത്താവിനെ ഞാൻ ആരാധിച്ചോണ്ട് കർത്താവിന് മഹത്വം കിട്ടുമെന്ന് പറയരുത്. കർത്താവിന്റെ മഹത്വമാണ് നിന്നെ ശക്തിയിൽ നിർത്തുന്നത്. God's glory is keeping you strong. ഹല്ലേലൂയ. Hallelujah. ഇന്ന് രാവിലെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പറ ആമേൻ ഹല്ലേലൂയ. എന്റെ കർത്താവേ എന്നെ മുറുകെ പിടിക്കുന്നവന്റെ കരത്തിൽ ഞാൻ സുരക്ഷിതനാണ്. I am safe in the arms
because of the one who is holding me so യോഹന്നാൻ tightly. 10-ാം അധ്യായത്തിന്റെ 28-29 വാക്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ദൈവത്തിന്റെ കരുത്തിലും ദൈവത്തിന്റെ കരം കർത്താവിന്റെ കരം ദൈവത്തിന്റെ കരുത്തിലും ഇരിക്കുന്നതുകൊണ്ട് ഡബിൾ പ്രൊട്ടക്ഷനിലാണ് അവൻ എന്നെ ഇരുത്തിയിരിക്കുന്നത്. John 10:28-29 we know that nobody can pluck us out of his hands because we are safe in his hands. അതുകൊണ്ട് ആർക്കും എന്നെ ദൈവത്തിന്റെ കരത്തിൽ നിന്ന് യേശുവിന്റെ കരത്തിൽ നിന്ന് പിടിച്ചു പറിക്കുവാൻ കഴിയത്തില്ല. കാര്യം ഞാനല്ല അവനെ പിടിച്ചിരിക്കുന്നത്, അവൻ എന്നെ പിടിച്ചിരിക്കുന്നത് കൊണ്ട് ഞാൻ ഒരു നാളും വീണ് തകർന്ന് നിലം പരിചായി പോകത്തില്ല. I will never be destroyed because I am not holding him, he is holding me in his hands. ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നത് കർത്താവ് പറഞ്ഞു. നിത്യജീവനെയാണ് നിനക്ക് The Lord ലഭിച്ചിരിക്കുന്നത്. says, I will give them eternal എത്ര life. പേരാ വിശ്വസിക്കുന്നത്? നിത്യജീവൻ പ്രാപിച്ചവരെ അതിനകത്ത് ഇരിക്കുന്നവരല്ല. We all have received eternal life. നിത്യജീവൻ പ്രാപിച്ചവരെ അതിനകത്ത് ഇരിക്കുന്ന മൊത്തം ഉണ്ടാവും. We all have പക്ഷേ received നിത്യജീവന്റെ eternal life. വില അറിയത്തില്ലെങ്കിൽ നിത്യജീവന് വിരോധമായിട്ട് ജീവിക്കാൻ പോകും. If we don't understand the value of eternal life, we live against it. അതുകൊണ്ടാണ് ഈ ജീവിതം കർത്താവ് നിശ്ചയിച്ചിരിക്കുന്ന കാലയളവ് എത്തുന്നതിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ പെട്ട് ചത്തുപോകുന്നതിന്റെ കാര്യം അതാ. മരിച്ചു തട്ടിപ്പോവും. അടുത്തിരിക്കുന്ന ആളോട് അങ്ങ് പറഞ്ഞു തട്ടിപ്പോവും. ഇരിപ്പ് കാണുമ്പോഴേ അറിയാം ഇപ്പോഴൊന്നും തട്ടിപ്പോകത്തില്ലെന്ന്. That is why we die premature. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഈ മീറ്റിംഗ് കൂടി കഴിഞ്ഞ ഉടനെ ഞാൻ തോമസുട്ടിയോട് പറഞ്ഞു നമ്മുടെ ആയുസ് 120 വരെ. തോമസുട്ടി പറഞ്ഞു പാസ്റ്ററെ കൊടുക്കൈ 120 വരെ ഇരിക്കണം. പക്ഷെ തന്നെ ആയാലും എന്തു ചെയ്യും? അത് ഭയങ്കരമായ ഒരു ആലോചന എനിക്ക് തന്നത്. തന്നെയുള്ള എന്തോ ചെയ്യും? So in the pastor's meeting we had, I told Tom Sukuti brother that pastor, we all should live 120 years, and he agreed and said that's very good. What if we are left alone? ഒന്ന് ഓർത്ത് നോക്കിയാൽ നിങ്ങൾ വീട്ടിൽ 120 പറയാം, നിങ്ങൾ തന്നെ 120 കൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ എന്തോ ചെയ്യും? You are saying 120, but imagine you're എല്ലാ all alone. അച്ചാച്ചന്മാരോടും പറയാം നിങ്ങൾ 120 വരെ ജീവിച്ചിരിക്കും പറഞ്ഞു അമ്മാമ്മയില്ല എന്തോ ചെയ്യും? All husbands, you അതുകൊണ്ടാ പാസ്റ്ററെ ഞാൻ പറഞ്ഞത് ഉള്ളത് മതി. ഉള്ളത് മതി. പാസ്റ്റർ പറഞ്ഞു കയറ്റിയ ഒരുത്തൻ തന്നെ ഇരുന്ന് അയാൾ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ അയാൾ പിന്നെ കെട്ടിയാൽ എന്തോ ചെയ്യും? ഒത്തിരി പെണ്ണുങ്ങളെ ചെയ്ത് ഞാനങ്ങ് പോയി കഴിഞ്ഞ് പുള്ളി കെട്ടിയാൽ എന്നോ ചെയ്യും. അത് പേടിച്ച് തന്നെയാണ് ഉള്ള ജീവനോടെ പോകുന്നത്. What is the use if husbands live 120 years without their wives? ഇപ്പം തന്നെ അവിടെയൊക്കെ ഇരുന്നൊക്കെ പറയാം ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ 120 വരെ ജീവിക്കാനുള്ളതാ കർത്താവ്. We will live for 120 years. അങ്ങനെ പറഞ്ഞോണം. ഇത് എക്സസൈസ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നത്. തന്നെയായി പോകാൻ പാടില്ല. എല്ലാവരും മരിച്ചു പോയി. ഞാൻ 120 വയസ്സിൽ ഇങ്ങനെ ഇരിക്കുക ഇപ്പോഴും. Everybody will die, and what is the use if I am saying എന്റെ ആരും ഇല്ലെങ്കിൽ എന്ന് രസമായിരിക്കും. അതിന് ഒരു രസവും കാണത്തില്ല. it won't be fun. ചിലരൊക്കെ അതുവഴി പോകുന്നുണ്ടോ പറയും ഈ പുള്ളിക്ക് ചാകാറൊന്നും ആയില്ലെന്ന് ചോദിക്കും. Even people will say, why is this guy not dying? ചിലരൊക്കെ വീട്ടിൽ പിള്ളേരൊക്കെ കൊച്ചുമക്കളൊക്കെ വിളിച്ച് കാണിക്കും ഞങ്ങളുടെ അപ്പച്ചനെ കാണാൻ 120 വയസ്സുള്ള അപ്പച്ചനാന്ന് പറയും. അവരേതാണ്ട് പുരാതന വസ്തു കാണാൻ വരുന്നത് പോലെ വരും. Your grandchildren will treat you as an antique piece. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണേ. അതുകൊണ്ടാണ് പറയുന്നത് 120 എന്ന് പറയുമ്പോൾ ഞാനും എൻ്റെ വീട്ടിലുള്ളവരെല്ലാം 120 വരെ ജീവിച്ചിരിക്കും. 120 means me. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് തൊട്ട് വർത്തമാനം പറയുമ്പോൾ ആ വർത്തമാനത്തെ ഒന്ന് മാറ്റിക്കേ. ഞാൻ തന്നെ ഇരിക്കാമെന്നല്ല, ഞാൻ എൻ്റെ കൂടെ ഉള്ളവരെല്ലാം 120ലേക്ക്. അതിന്റെ സംസാരമേ ഞാൻ പറയുന്നത്. എൻ്റെ വീട്ടിനകത്ത് 120ന്റെ ആയുസ്സിനെ ഞാൻ പ്രഖ്യാപിക്കുകയാണ്. I want to declare lifespan of 120 years into my family. അപ്പോസ്തലപ്രവൃത്തിയിലെ 27-ാം അധ്യായത്തിനകത്ത് കപ്പൽ ഛേദം വരികയാണ്. പൗലോസ് സഞ്ചരിക്കുന്ന റോമിലേക്ക് പോകുന്ന കപ്പൽ തകർന്നു പോവുകയാണ്. In Acts 27 we read about a shipwreck. കപ്പൽ തകർന്നു പോയി. The ship is completely wrecked. പക്ഷെ പൗലോസിന്റെ കയ്യിൽ ഒരു പലക കിട്ടി. But Paul got a plank. പലക പിടിച്ചിട്ട് മാൾട്ട ദ്വീപിൽ ചെന്ന് കയറി, മലീത്ത ദ്വീപിൽ ചെന്ന് കയറി. He held on to the plank and reached the ആമേൻ. ഹല്ലേലൂയ. എടാ ദൈവം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ കപ്പൽ നിനക്ക് ഒരു പലക മതിയെന്ന്. If the Lord is with you, you don't need a ship. കർത്താവിന്റെ മഹത്വം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നിനക്ക് ഈ പറയുന്ന കപ്പലിന്റെ സുഖ സൗകര്യങ്ങളൊന്നും വേണ്ട. ഒരു ചെറിയ കഷ്ണം പലക കിട്ടിയാലും മതി. ദൈവത്തിന്റെ ആമേൻ പദ്ധതി നിന്നിൽ കൂടി നടത്തുമാറാക്കും. If the Lord is with you, you don't need the luxury of a ship. God will establish his plan even through a plank. ഹല്ലേലൂയ. Hallelujah. നിന്നെ ഒന്നിനും മുക്കിക്കളയാൻ കഴിയത്തില്ലെന്ന്. Nothing can drown you. നിനക്ക് ഒരു പലക കിട്ടി കഴിഞ്ഞാൽ മുങ്ങിപ്പോയനല്ലേ. പലകയിൽ കൂടി നിന്നെ രക്ഷപ്പെടുത്തുന്ന കർത്താവിന്റെ മഹത്വമാണ് നിന്റെ മേൽ വ്യാപരിക്കേണ്ടത്. Because the glory of the Lord is so powerful in you that he can പാട്ടില്ലേ, save you through a സിയോൻ plank. യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും ഒന്നിനെ കുറിച്ചിനിയും എനിക്കാകുല ചിന്തയില്ല. ജീവമന്നാ തന്നവൻ എന്നെ
ക്ഷേമമായി പാലിക്കുന്നു. ജീവമന്നാ തന്നവൻ എന്നെ ക്ഷേമമായി പാലിക്കുന്നു. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. ചേർന്ന് പാടിക്കേ. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. മനുഷ്യരിൽ ആശ്രയമോ ഇനി വേണ്ട നിശ്ചയമായി. ദൈവത്തിൽ ആശ്രയമോ അതൊന്നാണ് എനിക്കഭയം. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവമെന്നും കൂടെയുള്ളതാൽ. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവമെന്നും കൂടെയുള്ളതാൽ. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ള പടകിലുണ്ട്. ഓ കാറ്റിനെയും പടകിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ള ഓ വിശ്വാസമാം പടകിൽ യാത്ര ചെയ്യുമ്പോൾ തണ്ടു വലിച്ചു നീ വലഞ്ഞിടുമ്പോൾ. വിശ്വാസമാം പടകിൽ യാത്ര ചെയ്യുമ്പോൾ തണ്ടു വലിച്ചു നീ വലഞ്ഞിടുമ്പോൾ. ഭയപ്പെടേണ്ട, കർത്തൻ കൂടെയുണ്ട്, അടുപ്പിക്കും സ്വർഗീയ തുറമുഖത്ത്. ഭയപ്പെടേണ്ട, സ്വർഗീയ തുറമുഖത്ത്. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ. ഏത് പ്രശ്നം വന്നാലും കർത്താവില നീ ആശ്രയിക്കുന്നെങ്കിൽ ഒരു സാധ്യതയും ഇല്ലാത്തതിന്റെ മധ്യത്തിൽ കർത്താവ് നിനക്ക് വഴിയൊരുക്കും. No matter what situation, if you are trusting in the Lord, He will make a way. God will help His people to stand out in the midst of darkness. ഇരുട്ടിന്റെ മധ്യത്തിൽ നീ ഇരിക്കുമ്പോഴും കർത്താവ് തന്റെ മക്കളെ വ്യത്യസ്തതയിൽ നിർത്തും. The Lord will make you stand out, make His people to stand out in the midst of darkness. അന്ധകാരത്തിൽ നീ വ്യത്യസ്തനായിരിക്കും എന്നർത്ഥം. Which means you will stand out in darkness. നിന്റെ വ്യക്തിത്വത്തെ വിഴുങ്ങാനാണ് ഇരുട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എപ്പോഴും. The darkness is trying to swallow your മനസ്സിലാകുന്നുണ്ടോ? ദൈവ മക്കൾക്ക് ഒരു പേഴ്സണാലിറ്റി ഉണ്ട്, അത് ക്രിസ്തുവിന്റെ പേഴ്സണാലിറ്റിയാണ്. Children of God has a personality of Christ. ഇത് മനസ്സിലാക്കിയ കർത്താവിന്റെ പേഴ്സണാലിറ്റിയാണ് ദൈവം നമുക്ക് തന്റെ തേജസ്സിൽ കൂടി തന്നിരിക്കുന്നത്. The Lord has given us His personality through അത് Christ. ആ വ്യക്തിത്വത്തെ വിഴുങ്ങിക്കളയാനാണ് ഇരുട്ട് പലപ്പോഴും ശ്രമിക്കുന്നത്. Darkness is trying to swallow that. എന്നാൽ നിന്റെ വ്യക്തിത്വം വെളിപ്പെടുത്താനാണ് ഗ്ലോറി എപ്പോഴും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. Glory wants to reveal. ദൈവത്തിന്റെ തേജസ് ക്രിസ്തുവിലുള്ള നിന്റെ പ്രകാശത്തെ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. Glory always wants നിന്റെ അവകാശങ്ങൾ വെളിപ്പെടുത്താനാണ് കർത്താവിന്റെ മഹത്വം ആഗ്രഹിക്കുന്നത്. Glory wants to reveal your inheritance. അല്ലാതെ കുടുംബത്തിന്റെ മഹിമയൊന്നുമല്ല, നിങ്ങളുടെ വിദ്യാഭ്യാസമോ നിങ്ങളുടെ സ്റ്റേറ്റസോ ഒന്നും അല്ല. കർത്താവിന്റെ മഹത്വം നിന്നെ കൂടി വെളിപ്പെടണം. God's glory should be revealed through you, not your own achievements. Amen. Hallelujah. Glory grants God's people direction in the midst of darkness. എല്ലാ ഇരുട്ടിന്റെ മധ്യത്തിലും ദൈവത്തിന്റെ ഗ്ലോറി ദൈവത്തിന്റെ മക്കൾക്ക് വഴിയെ കാണിച്ചു കൊടുക്കും. Glory will guide His people and give direction in the midst of darkness. ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, ബോവാസിന്റെ വയലിലോട്ട് എങ്ങനെ റൂത്ത് എത്തിച്ചേരുന്നത്? ദൈവത്തിന്റെ മഹത്വമുള്ള വലിയച്ചും കൊണ്ടുവരും. God's glory led Ruth to the field of Boaz. നിങ്ങൾ ശ്രദ്ധിച്ച് എന്തുമാത്രം വയല് ഈ പറയുന്ന ദേശത്തുണ്ട്. How many fields were in the land? യെരുശലേമിൽ ഏതെല്ലാം സ്ഥലത്ത് ഏതെല്ലാം ഫീൽഡുകൾ കിടക്കുന്നത്? എങ്ങനെയാണ് ബോവാസിന്റെ വയലിലേക്ക് റൂത്ത് കയറി വരുന്നത്? How did Ruth enter the land of Boaz? ദൈവ തേജസ്സും നിന്റെ വഴിയെ തെളിയിച്ചു തരും. God's glory will lead your way. നവോമി ക്ഷീണിച്ച് കിടക്കുകയാണ്. ഇത്രയും ദൂരം യാത്ര, മോവാബിൽ നിന്ന് യെരുശലേം വരെ യാത്ര ചെയ്തു വന്നല്ലേ. പക്ഷെ ഈ കൊച്ചിനെ ഗ്ലോറി നിന്റെ സമ്മതിക്കത്തില്ല കടന്നുറങ്ങാൻ. Naomi was tired, she was sleeping. ഇന്ന് രാവിലെ 6 മണിക്ക് എഴുന്നേറ്റുണ്ട്. ഗ്ലോറി നിന്നെ ഉറക്കാൻ സമ്മതിക്കത്തില്ലെന്ന്. ഗ്ലോറി
If you woke up at 6, glory didn't allow you to ഞാൻ sleep. ചർച്ചിലോട്ട് വരാൻ നേരത്താ എഴുന്നേറ്റ് പല്ലും ഉറച്ചേച്ച് ഇങ്ങനെ എഴുതിയത്, ഒരു ഗ്ലോറിയും ഇല്ലാത്ത നീയാ. If you are brushing your teeth, the moment you are coming to church, വാരി there's no എടുത്തിട്ട് glory. ഈയിടെ ഒരാൾ പറയുമായിരുന്നു, വാരി എടുത്തിട്ട് ജോലിക്ക് ഓടിപ്പോയി കഴിഞ്ഞാൽ ഭർത്താവിന്റെ പാൻറ് വാരി എടുത്തിട്ടുണ്ട് ഓടിപ്പോയത്. Somebody rushed to office only to realize ഇതിനകത്തിരുന്ന് she was കേൾക്കുന്നുണ്ടോ? wearing husband's pants. നമ്മൾ അറിയാതെ ഈ പറയുന്ന വെപ്രാളത്തിനകത്ത് ഒരു ഗ്ലോറിയും ഇല്ലാത്തവനാ വെപ്രാളം ഉള്ളത്. People who have no glory, they are very panicked. ഹല്ലേലൂയ. Hallelujah. ഗ്ലോറി ഇല്ലാത്തവരെ കണ്ടാൽ അറിയാം, അവന് ഭയങ്കര അവന് അങ്ങ് റെസ്റ്റ്ലെസ്നെസ്. അങ്ങനെ ഇപ്പൊ തന്നെ ഈ മെസ്സേജ് ഒക്കെ കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ ഇങ്ങനെയൊക്കെ ഇട്ട് അനക്കുന്നുണ്ടെങ്കിൽ ഒരു ഗ്ലോറിയും ഇല്ലെന്ന് അർത്ഥം. People who are restless don't have any glory. ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, കൺഫ്യൂഷൻ ആണ്, റെസ്റ്റ് ഇല്ല, അവർക്കൊരു വിശ്രമം ഇല്ലാത്ത കാര്യം. നോ ഗ്ലോറി അറ്റ് ഓൾ. ദൈവത്തിന്റെ മഹത്വം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും അറിയത്തില്ല. They have no glory if you are confused. നീ ആരാധിക്കത്തില്ല, വേദത്വം വായിക്കത്തില്ല, പ്രാർത്ഥിക്കത്തില്ല, കൂട്ടായ്മ കൂടത്തില്ല, ആരും ഇഷ്ടവുമല്ല, എല്ലാവരോടും പിണക്കോ, എന്തോ ഗ്ലോറിയാ? ഒരു ഗ്ലോറിയും ഇല്ലെന്ന് അർത്ഥം. You don't come to fellowship, ആര് you don't read your സംസാരിച്ചാലും, Bible or worship, you don't like anyone, no glory. സംസാരം കേൾക്കുമ്പോൾ അറിയാം ഗ്ലോറി ഉണ്ടോ ഇല്ലയോ. When you talk, you will know. ചിലരുണ്ടല്ലോ ഇറിറ്റേറ്റ് ചെയ്ത് സംസാരിക്കും. സംസാരിച്ചാൽ മതി, ഇറിറ്റേറ്റ് ചെയ്യും, ചൊറിയും. അവരുടെ പേര് ചെറിയാനെന്നല്ല, ചൊറിയാനെന്നല്ല. Some people, the moment they talk, they want to irritate. അതങ്ങനെ ഇറിറ്റേറ്റ് ചെയ്ത് സംസാരിക്കുക. They irritate and talk. അവർക്ക് അതിനകത്ത് വലിയൊരു സുഖം, മനസുഖം. They find pleasure in irritating others. സത്യമായിട്ടും പറയട്ടെ, ഇരുട്ടിന്റെ പ്രവൃത്തി അത്. That is work of darkness. എത്ര താഴ്മയോടെ വിനയത്തോടെ നമുക്ക് ഇടപെടാൻ കഴിയുമോ അതാണ് ദൈവത്തിന്റെ മഹത്വത്തെ കാണിക്കുന്നത്. How you can behave humbly, that is God's glory. ആമേൻ. ഇരുട്ടിന്റെ നടുവിലും നീ കയറാൻ ഒക്കത്തില്ലെന്ന് പറയുന്ന, നീ കയറേണ്ട ഇടത്തു നിന്നെ കയറ്റുന്നതാണ് ദൈവത്തിന്റെ തേജസ്. God's glory will lift you to positions you ഒരിക്കലും cannot go. ചെല്ലത്തില്ലെന്ന് പലരും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ മഹത്വം ഇരുട്ടിന്റെ മധ്യത്തിൽ, നീ ഇരുട്ടിനകത്ത് ഇരിക്കുകയായിരിക്കാം, പക്ഷെ ദൈവം നീ കയറേണ്ട ഇടത്ത് നിന്നെ കയറ്റിയിരിക്കും. God's glory will lift you to where you should reach. എക്സോഡസ്, പുറപ്പാട് പുസ്തകം 13:21 വായിക്കാം. Exodus 13:21. അവർ പകലും രാവും യാത്ര ചെയ്യുവാൻ തക്കവണ്ണം അവർക്ക് വഴി കാണിക്കേണ്ടതിന് പകൽ മേഘസ്തംഭത്തിലും അവർക്ക് വെളിച്ചം കൊടുക്കേണ്ടതിന് രാത്രി അഗ്നിസ്തംഭത്തിലും കർത്താവ് അവർക്ക് മുമ്പായി പോയിക്കൊണ്ടിരുന്നു. ആമേൻ. ഹല്ലേലൂയ. കർത്താവ് എങ്ങനെയാണ് സഞ്ചരിക്കുന്നത്? വഴി അറിയാത്തവരെ മുമ്പോട്ട് കണ്ടില്ലേ, വഴി നയിക്കുന്നവരാണിത്. God is a God who leads. ദൈവം മുമ്പേ സഞ്ചരിച്ചെന്ന് എഴുതിയിരിക്കുന്നത്. The Lord went ahead of them in a pillar of കർത്താവിന്റെ cloud. മക്കൾ എവിടെയെങ്കിലും കൺഫ്യൂഷനിൽ ഇരുന്ന് കഴിഞ്ഞാൽ കർത്താവ് പറയാം, അങ്ങനെ ഇരിക്കട്ടെ, വട്ടം കറങ്ങിക്കോട്ടെ എന്ന് പറയത്തില്ല. കർത്താവ് നിനക്ക് മുന്നമേ, നീ താമസിച്ച് കാണും, പക്ഷെ കർത്താവ് നിന്റെ മുന്നേ സഞ്ചരിക്കുന്നുണ്ട്. If you see that, if you think that you don't know the way, remember the Lord is going ahead of you. മോശയ്ക്ക് എന്തോ അറിയാമെന്ന്, മോശയ്ക്ക് എന്തോ അറിയാമെന്ന്. What does Moses know? മോശയ്ക്കറിയാം ചെങ്കടലിനകത്ത് കണ്ട് ഇത്രയും വലിയ വഴി ഇരിപ്പുണ്ടെന്ന്. മോശ കണ്ടിട്ടുണ്ടോ? Moses has never seen a അവിടെ way. മോശ അവിടെ കൺഫ്യൂഷനിലാണ് നിൽക്കുന്നത്. പക്ഷെ മോശയ്ക്ക് അറിയാമായിരുന്നു ദൈവം വഴി ഒരുക്കും. Moses was confused but knew that God will make a way. ആ കൺഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കാണാത്തത് കൊണ്ടുണ്ടാകുന്ന കൺഫ്യൂഷൻ. പക്ഷെ അതിനകത്തൊരു ബോധ്യമുണ്ട്. മോശ പറയുന്നത് ദൈവം രക്ഷ ഒരുക്കും, പക്ഷെ എന്തുവാ എങ്ങനെയാണെന്നൊന്നും ചോദിച്ചാൽ എനിക്കറിയത്തില്ല, മോശയ്ക്ക് അറിയത്തില്ലെന്ന്. Moses doesn't know how God is going to make a way, but God will surely make a way. പാറയെ കാണിച്ചിട്ട് ചോദിക്കണോ, മോശയ്ക്ക് അറിയാമോ പാറയ്ക്കകത്ത് വെള്ളം ഇരിപ്പുണ്ടത്? Will Moses know that there is water in the rock? മോശയ്ക്ക് എങ്ങനെ അറിയാൻ ഈ പാറയ്ക്കകത്ത് ഹാർഡായിരിക്കുന്ന ഒരു സാധനത്തിനകത്ത് വെള്ളം ഇരിപ്പുണ്ടെന്ന് അറിയത്തില്ല, പക്ഷെ ദൈവം പ്രവർത്തിക്കുമെന്നറിയാം. Moses did not know that there was water in this hard rock, but he knew God will act. നിങ്ങൾ നോക്കിയേ, ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് ഇറങ്ങിയപ്പം തൊട്ട് ജെറിക്കോയിൽ ഒരു മതിൽപണി തുടങ്ങിയതാ. From the time the children of Israel left Egypt, a wall began to be built in Jericho. അവരറിഞ്ഞു ഇസ്രായേലുകാർ വരുന്നുണ്ടെന്ന്. അവർ മതിൽ അങ്ങോട്ട് Because കെട്ടാൻ they knew the children of Israel are coming. 40 വർഷം കൊണ്ട് അവർ മതിൽ കെട്ടിയത്. 40 years it took them to build a wall. ആടിപൊളി മതിലൊക്കെ കെട്ടി അവർ ഒരിക്കലും ശത്രു കയറാത്ത പോലെ ഭയങ്കര വീതിയിലൊക്കെ മതിൽ കെട്ടി വെച്ചേക്കുന്നത്. They built a huge fortress so that no one could ever enter. ഹല്ലേലൂയ. നിങ്ങൾ ഓർത്തേക്ക്, ശത്രു നിനക്ക് വിരോധമായി എന്നോ കനത്തി കെട്ടിയാലും നിന്റെ ഒറ്റ സ്തുതി മതി. ഹല്ലേലൂയ. അത് മുഴുവൻ തകർന്നു വീഴാൻ. No matter what a big wall the enemy builds against you, your praise can bring it down. നീ ജനിച്ച കാലം മുതലേ ഇരുട്ടിന്റെ ആധിപത്യങ്ങൾ നിനക്ക് വിരോധമായി പലതിനെയും കെട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇന്ന് രാവിലെ വിശ്വസിച്ചിട്ട് പറ, നിന്റെ ഒറ്റ സ്തുതി മതി സകലം തകർന്നാട് വീഴാൻ. Maybe from the time you were born the enemy is building a wall against you, your praise will bring it all down. നീ വിശ്വാസത്തിൽ ഇറങ്ങിയ കാലം തൊട്ടേ ദുഷ്ടൻ നിനക്കെതിരായിട്ട് പലതും പണിതുകൊണ്ടിരിക്കുക. From the time you came to faith, the enemy has been building many walls
false നീ against കർത്താവിൽ you. ആശ്രയിച്ച് അതെല്ലാം വിട്ടിട്ട് കർത്താവിൽ ആശ്രയിക്കാൻ തുടങ്ങിയപ്പോഴേ നിനക്ക് വിരോധമായിട്ട് നിന്റെ വീട്ടിനകത്ത് പണി ആരംഭിച്ചെന്ന്. From the time you came to the Lord, there's been problems in your family. കാര്യം നീ വാഗ്ദത്തങ്ങളിൽ എത്താതിരിക്കാൻ, വാഗ്ദത്ത ദേശത്ത് എത്താതിരിക്കുവാൻ നിനക്ക് വിരോധമായി സകല കാര്യങ്ങളും നടക്കും. To stop you from entering the promised land. നീ നശിച്ചു പോകാൻ വേണ്ടിയാ ഈ പണിയെല്ലാം നടക്കുന്നത്. That you may be destroyed. ആമേൻ, ഹല്ലേലൂയ. പക്ഷേ ഒറ്റ സ്തോത്രം ഇന്ന് രാവിലെ നീ ബോധ്യത്തോടെ പറഞ്ഞാൽ മതി, നിനക്ക് വിരോധമായ സകല കയ്യെഴുത്തുകളെ മായ്ച്ചു കളയുന്നവരാണ് ഇവൻ. One shout of praise will bring it all down. ആമേൻ. നിന്റെ നന്മകളെ മുടക്കാനാ മതിൽ കെട്ടിപ്പൊക്കുന്നത്. All these walls are risen to നിങ്ങൾ block your ശ്രദ്ധിച്ചില്ലേ, blessings. അയൽവക്കക്കാരനൊക്കെ മതിൽ കെട്ടിപ്പൊക്കുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ നിന്റെ നന്മ മുടക്കാമെന്ന് അവന്റെ വിചാരം. Your neighbors are building big walls to block your blessings. ഒരു സ്തോത്രം പറഞ്ഞു. ഹല്ലേലൂയ. ഇവിടെ ഇരുന്ന് സ്തോത്രം പറയാനല്ലേ, ആ മതിലിന്റെ മുമ്പിലോട്ട് പോയി ഒരു സ്തോത്രം പറയണം. മതിലെല്ലാം കൂടി ഇടിഞ്ഞു പറഞ്ഞ് താഴെ കിടക്കുന്നതാണ്. Say a big shout of praise in front of the wall. നമ്മൾ it പക്ഷെ will സ്തോത്രം fall. പറയുന്നറിയാം, ചർച്ച വരുമ്പോൾ മാത്രം സ്തോത്രം പറയും. We say praise. പ്രശ്നത്തെയൊക്കെ നോക്കിയിട്ട് നിനക്ക് വിരോധമായി ഉയർന്നു വരുന്നതിനെ നോക്കി നീ ഒന്ന് സ്തുതിച്ചാൽ ഹല്ലേലൂയ, ഒരു കാര്യത്തിനും നിന്റെ മുമ്പിൽ നിൽക്കാൻ ഒക്കത്തില്ല. Against the things that come against you, if you just praise, it cannot stand against അതുകൊണ്ട് you. തന്നെ ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ വെളിപ്പെട്ടു വരാൻ വേണ്ടി നിങ്ങൾ ആഗ്രഹിച്ചു പ്രാർത്ഥിച്ച് You must pray that the promises of the Lord will be fulfilled. ഈ നോട്ടൊക്കെ എഴുതിയെടുക്കുന്ന എന്തിനു വേണ്ടിയാ? ഈ നോട്ടൊക്കെ എഴുതിയെടുക്കുന്ന എന്തിനു വേണ്ടിയാ? ഇച്ചിരി ഇരുട്ടുണ്ടെങ്കിൽ അതുകൂടെ അങ്ങ് പോണം. Why are you writing notes? If there is darkness, കാര്യം it should നമുക്കെല്ലാവർക്കും അറിയാം ഈ കാര്യം. നമ്മളെല്ലാം ഈ ലോകത്തിന്റെ ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്ന ലോകത്തിനകത്ത് ഇരിക്കുന്നെങ്കിലും ദുഷ്ടത നമ്മളെ തുടരുതെന്നുള്ള ആഗ്രഹത്തിലാണ്. എന്റെ കർത്താവേ, ഇന്ന് ഒരു വാക്കെങ്കിലും എനിക്ക് പിടികിട്ടിയിട്ടുണ്ടെങ്കിൽ ആമേൻ ഹല്ലേലൂയ, ആ വാക്കെ ഞാൻ പിടിക്കുകയാണ്. ദൈവത്തിന്റെ മഹത്വം എങ്ങനെങ്കിലും എന്റെ ജീവിതത്തിൽ കൂടെ കാണിക്കണം. somehow God's glory should be revealed in my life. I'm catching hold on to one ആമേൻ. word. നാളുകൾ കൊണ്ട് പണിത പണികൾ താഴെ പോകുവാൻ നിന്റെ ഒരൊറ്റ ഹല്ലേലൂയ മതി. Your one hallelujah can bring down the wall that is built over the years. ഞാനിങ്ങനെ പറയാം, ദൈവം നിനക്കായി തേജസ്സിനകത്തൊരു വഴിയെ ഒരുക്കി വെച്ചിട്ടുണ്ട്. God has made a way for you in His glory. ആമേൻ ഹല്ലേലൂയ. ഫറവോന്റെ സൈന്യത്തെ നിങ്ങൾ ശ്രദ്ധിച്ചോക്കെ, തുറന്ന വഴിയെ ഇവരെ പിടിക്കാൻ പുറകെ വരിക. The Pharaoh's troops are coming behind them. ദൈവം ആർക്ക് വേണ്ടി വഴി തുറന്നത്? ദൈവത്തിന്റെ ജനത്തിന് വേണ്ടി തുറന്ന വഴിയെ വല്ലവനും കയറി വന്നാൽ അവൻ രക്ഷപ്പെടുമോ? If your enemy comes behind you in the way, ഇന്ന് നീ will it be വിശ്വസിക്കുക, safe? നിനക്ക് വേണ്ടി തുറന്ന വഴി വേറെ ഒരുത്തിനും അത് അനുഭവിക്കാൻ ഒക്കത്തില്ല. നീ അത് അനുഭവിക്കുക എന്ന ഉദ്ദേശത്തോടാണ് ദൈവം തുറന്നിരിക്കുന്നത്. If the way is made for you, nobody else can enjoy the ഒറ്റ way. ഒരുത്തൻ രക്ഷപ്പെട്ടില്ല. ആ വഴിയെ കയറി ഒറ്റ ഒരുത്തൻ രക്ഷപ്പെട്ടില്ല. The enemies who came the way were utterly destroyed. ആമേൻ. നിനക്ക് വേണ്ടി ദൈവം തുറന്ന വഴിയിൽ ഒരുത്തനെയും കളിക്കാൻ ദൈവം സമ്മതിക്കത്തില്ല. God will not allow your enemy to pass through the way He made for you. ഇസ്രായേലുകാർക്ക് രഥങ്ങളുണ്ടോ കുതിരകളുണ്ടോ എന്തെങ്കിലും ഉണ്ടോ? Israel did not have horses or chariots. പക്ഷെ അതൊന്നും വേണ്ട, ദൈവം കൂട്ടിരുന്നാ മതി. That's not needed. God is ഈ enough. മനുഷ്യൻ പറയുന്ന സംവിധാനങ്ങളൊന്നും വേണ്ടാണ്ട് ഇന്ന് നീ വിശ്വസിക്കുന്നു, നിന്റെ കൂടെ കർത്തൻ ഇരിക്കുന്നു എന്ന് വിശ്വസിച്ചാൽ അവൻ തുറന്ന വഴി നിനക്കായി പ്രവർത്തിക്കും. If you believe that the Lord is with you, you don't need the systems of the world. God will make a way for you. ഇനി അവൻ എത്ര മെടുക്കനാണെങ്കിലും എത്ര ആരോഗ്യമുള്ള എത്ര ശക്തനാണെങ്കിലും അവൻ ജയിക്കത്തില്ല. However strong your enemy is, he cannot conquer you. അർത്ഥമാക്കുന്നത് നിന്നെ ഓവർടേക്ക് ചെയ്യാൻ ദൈവം ആരും സമ്മതിക്കത്തില്ല. Which means the Lord will not allow anyone to overtake നീ you. ഇങ്ങനെ പേടിച്ചിരിക്കും, അവൻ ഇപ്പൊ എന്നെ ഓവർടേക്ക് ഇപ്പൊ കയറി പിടിക്കാൻ. അല്ലല്ല, നിന്നെ ഓവർടേക്ക് ചെയ്യുവാൻ നിനക്ക് മുൻപടയായി പിൻപടയായി നിന്റെ മഹത്വമായി നിന്നെ പ്രൊട്ടക്ട് ചെയ്തവൻ ഒരിക്കലും ഒരു തന്നെ സമ്മതിക്കത്തില്ല. The Lord will not allow anyone to overtake you. And understand, glory of God is actually a spiritual navigator. ആത്മീയമായ നാവികനാണ് ദൈവത്തിന്റെ മഹത്വം എന്ന് പറയുന്നത്. നിന്നെ വഴി നടത്തും. The glory of God is a spiritual navigator for ഹല്ലേലൂയ. ഇന്ന് you. വിശ്വസിക്കണം. GPS ഒക്കെ ഇട്ട് പോകുന്നവര് ആമേൻ ഹല്ലേലൂയ. ഗൂഗിള് അമ്മാമ്മ പറയുന്നത് കേട്ടിട്ട് ഇങ്ങനെ വണ്ടി ഓടിച്ചു പോകത്തില്ലേ? അതിനേക്കാൾ ആത്മീയമായിരിക്കുന്ന നാവികത്വം ഉള്ളവനാണ് ദൈവത്തിന്റെ മഹത്വം എന്ന് പറയുന്നത്. Those who have God's glory has a spiritual navigation in them. ഞാൻ ഇന്ന് രാവിലെ ഒന്നുകൂടെ പറയാണ്, കൺഫ്യൂഷൻ വിട്ടുകളയാണ്. Leave all confusion. കൺഫ്യൂഷനും ദൈവത്തിന്റെ മഹത്വമായിട്ട് ഒരു ബന്ധവുമില്ല. Confusion and God's glory has no എന്തായാലും ആട്ടെ, relationship. നമ്മൾ പിന്നെ മെമ്പർഷിപ്പ് ഒക്കെ ഉണ്ടല്ലോ, എന്നാ പോയി അങ്ങ് ഇരുന്നേക്കാം. Somehow let's go to church and sit. കഴിഞ്ഞ ദിവസം ആരോട് എന്നോട് പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് മെമ്പർഷിപ്പ് വന്നിട്ടില്ല. ഇതോടെ ആർക്കും മെമ്പർഷിപ്പ് കൊടുത്തിട്ടില്ല. Somebody told me the other day, you have not given us membership. എനിക്ക് അങ്ങനെ ഒരു ഉദ്ദേശവും ഇല്ല. I have not given membership to anyone. നിങ്ങൾ 2-3 ആഴ്ച അടുപ്പിച്ച് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതിന്റെ ഭാഗമാണ്. If you come here 2-3 weeks, you are part of the എപ്പോഴേലും church. പോണമോ എന്നോട് വന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് അങ്ങ് പോയിക്കോണേ.
If you want to go anytime, you come pray with me and go. അല്ല, ഞാനിതിങ്ങനെ ഒരു വലിയ മഹാലോകം മുഴുവനും വ്യാപരിക്കുന്ന ഒരു പ്രസ്ഥാനമാക്കി തീർക്കാനൊന്നും എനിക്ക് ഉദ്ദേശമില്ല. എന്റെ ആയുസിൽ കർത്താവ് തരുന്ന കൃപകളെ ഞാൻ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക. Whatever grace God has given me in my lifetime, I just want to give to these അവന് people. കൂടെ ഇരിക്കുന്നവരൊക്കെ എങ്ങനെയും മഹത്വത്തിനകത്തൂടെ കയറി കർത്താവിന്റെ ശ്രേഷ്ഠതയിൽ നിന്ന് ശുശ്രൂഷിച്ചോടാ ഞാൻ പറയുന്നത്. People who are with me somehow get into God's glory and minister. ഇതിന്റെ ഇടയ്ക്ക് വെച്ചങ്ങനെ മരിച്ചു വന്നാൽ കുടിച്ചിടാനുള്ള സംവിധാനം ഞാൻ ചെയ്തുതരാം. In between, if you die, I will make arrangements for your burial. അതിനുണ്ട്, നമുക്ക് സെല്ലുണ്ട്. ഇവിടെ 4 കിലോമീറ്റർ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ സെല്ലുണ്ട്. അതിന്റെ താക്കോൽ രായ്ച്ചാൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. ആരെങ്കിലും അഥവാ ഇനിയും രായ്ച്ച ഇല്ലെങ്കിൽ എന്നോട് പറഞ്ഞാലും മതി. We have a cell and the keys with പട്ടിയും Raja. പൂച്ചയും ചത്തിട്ട് വന്നേച്ച് അടക്കണം എന്നൊന്നും പറഞ്ഞു കൊണ്ടിരില്ലേ. Please don't bring your dog and cat. ഇനി കല്യാണം കഴിക്കാൻ വല്ല പിള്ളേർക്ക് ബുദ്ധിമുട്ടാ, ഞങ്ങൾക്ക് ആരുമില്ല ഒന്നുമില്ലെന്ന് പറഞ്ഞാൽ ഞാൻ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാം. If your children want to get married, we നിങ്ങളുടെ will do that. വീടിനകത്ത് പെരവാസ്തുവിൽ നടത്തണമെങ്കിൽ ഹൗസ് വാമിങ് നടത്തണം, ഞാൻ വന്ന് ചെയ്യാം. I will come and do your housewarming. നിങ്ങളുടെ കുഞ്ഞിന് പ്രതിഷ്ഠയ്ക്ക് ഇവിടെ വന്നേരും. എന്നോട് ഒരു അക്കൗണ്ടബിലിറ്റിയും വെക്കണ്ട. ഇവിടെ കുഞ്ഞിനെ കൊണ്ട് വന്നാൽ മതി. കഴിഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ച് കുഞ്ഞിനെ വിടും. If you want your children dedicated, we will do. കാര്യം കല്യാണം കഴിക്കാൻ ഞാൻ കല്യാണം കഴിച്ചവരോ പ്രതിഷ്ഠിച്ചവരൊന്നും പിന്നെ എന്നെ വിളിക്കുന്നൊന്നും ഞാൻ കണ്ടിട്ടില്ല. എല്ലാവരും കല്യാണം കഴിച്ച് കുണ്ടിയിലെ പൊടിയും തട്ടിയിട്ട് അങ്ങ് പോയതേ ഉള്ളൂ. Because I've never seen people whom I have married ever coming back to me or being accountable to കാര്യം me. അവർക്ക് അത്രയ്ക്ക് പ്രതിബദ്ധതയെ കാണിക്കുന്നുള്ളൂ. They don't show any other നിങ്ങൾ ഓർത്ത് loyalty. നോക്കണം, ദൈവം മഹത്വത്തിനകത്ത് യാത്ര ചെയ്യുന്നതെങ്കിൽ ഒരിക്കൽ പോലും തേജസ് വിട്ടിട്ട് ഒരു കാര്യത്തിനകത്തേക്കും പോകരുത്. If you were traveling in God's glory, never leave it. So glory impact God's people with vitality and strength. ഊർജ്ജസ്വലതയുടെയും ശക്തിയുടെയും എവിടെയാണ് ഇത് ടു ഓവർകം ദി ടൈംലി സ്ട്രെസ്. സമയാസമയങ്ങൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ ഓവർകം ചെയ്യാൻ, അതിനെ മറികടക്കുവാൻ ഊർജ്ജസ്വലതയും ശക്തിയും നൽകുന്നതാണ് ദൈവത്തിന്റെ തേജസ് എന്ന് പറയുന്നത്. Glory imparts God's people with vitality ഞാൻ and strength ഇങ്ങനെ to പറയുന്നത് എന്തിനാ overcome. ചോദിച്ചാൽ, നിങ്ങൾക്ക് തോന്നുമായിരിക്കും പാസ്റ്റർ എന്നെ അടിമയാക്കി വെച്ചിരിക്കും. ആരെയും ഞാൻ അടിമയാക്കിയിട്ടില്ലേ. ദൈവത്തിന് ഞാൻ അങ്ങനെ പറയുകയാണ്, ആരെയും അടിമയല്ല. നിങ്ങൾ അക്കൗണ്ടബിലിറ്റിയിൽ വരണമെന്നാണ് പറയുന്നത്. Don't think that I'm making you a slave. You must be accountable. എന്തിനാ ചോദിച്ചാൽ, നിങ്ങൾ ഗ്രഹവിചാരകന്മാരായിട്ടിരിക്കണം, ശിഷ്യന്മാരായിട്ടിരിക്കണം, പുത്രത്വം നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ രാജാക്കന്മാരെ പോലെ വാഴണം. Why I do this? You must be good stewards. You must be good disciples. You must be good sons and ആ reign 4 like കാര്യങ്ങൾ kings. പഠിക്കുമ്പോൾ തന്നെ വർഷങ്ങൾ ഒത്തിരി എടുക്കും. 4 കാര്യം പഠിക്കാൻ. By learning these 4 things will take years. പിന്നെ വെറുതെ വല്ലപ്പോഴും വന്ന് ചർച്ചിനകത്ത് ഇങ്ങനെ വിശ്വാസിയായിട്ടിരുന്നേച്ച് പോവാം. വിശ്വാസി Simply come into church once in a while. You can be an ordinary believer. സിംപ്ലി കമ്മിങ് ആൻഡ് സിറ്റിങ്. എന്തിനാ ഇന്ന് വന്നത്? വേറെ എങ്ങും പോകാൻ സമയമാകുന്നില്ല, ഇന്നങ്ങ് ഇവിടെ വന്നേക്കാൻ വിചാരിച്ചു. വിശ്വാസി. An ordinary എന്താ അയാളുടെ പേരെന്തോ? believer. ബിലീവർ ഒന്നുമല്ല, അത് വിശ്വാസി ഒന്നുമില്ല. Just an ordinary believer, you say. അത് നിങ്ങൾ തന്നെ കൺഫ്യൂസ്ഡ് ആയപ്പോൾ നിങ്ങൾ നശിച്ചു പോകും. You will get confused and you will be നിങ്ങൾ അടുത്ത destroyed. തലത്തിലേക്ക് കയറണം. You have to go to the next level. രക്ഷ തന്നവന്റെ രക്ഷാമാർഗം എന്താന്ന് ഗ്രഹിക്കുമ്പോഴാണ് നിങ്ങളിൽ ഒരു വികസനം ഉണ്ടാകുന്നത്. There has to be an expansion in you when you know your ഞാനൊരു കാര്യം Savior. പറയട്ടെ, ഒരു ശിഷ്യനാകാത്ത ഒരുത്തനും ജീവിതത്തിൽ ഒരുത്തനെ ശിഷ്യനാക്കത്തില്ല, If you are ആക്കത്തില്ല. not a disciple, you cannot make ഗ്രഹവിചാരകനാകാത്ത ഒരുത്തനും. ഇവിടെ ബോംബെ ചർച്ചിലൊക്കെ ഗ്രഹവിചാരത്വം സെർവന്റ്ഹുഡ് പഠിച്ച, അതുകൊണ്ടാണ് ഇവിടെ വന്ന് കിടന്ന് തൂക്കുന്നല്ല. ഇവിടെ മുഴുവൻ ഈ ടോയ്ലറ്റ് കഴുകുന്നു രഞ്ജൻ പാസ്റ്റർ, ഇവിടെ മുഴുവൻ തൂക്കും, ഈ അയ്യം മുഴുവൻ തൂക്കും. അതാ സെർവന്റ്ഹുഡ് പഠിച്ചുകൊണ്ടാണ്. നമ്മളെല്ലാം രാവിലെ, ഞായറാഴ്ച രാവിലെ സമയം കഴിഞ്ഞ് 11-11:30 ഇതൊക്കെ ഇങ്ങനെ കയറി വരും. ഗ്രഹവിചാരത്വം എന്ന് പഠിക്കും. When will we learn stewardship? എന്ന് പഠിക്കും. അടുത്ത തലമാണ് ശിഷ്യത്വം എന്ന് പറയുന്നത്. എന്ന് ശിഷ്യനായിത്തീരും. Next level is discipleship. ശിഷ്യൻ എന്ന് പറഞ്ഞാൽ മുകളിൽ ഒരുത്തനുണ്ടെന്ന് അർത്ഥം. മുകളിൽ ഒരുത്തനെ കണ്ടു, ഗുരുവിനെ കണ്ടു. Disciple has seen his നമ്മൾ master. കുരു എന്ന് പറഞ്ഞു നടക്കുക. കുരു. He's seen his പുത്രൻ teacher. ആരാണ്? പുത്രന്റെ മുകളിൽ ഒരു പിതാവുണ്ട്. Son has seen a father. ചുമ്മാ പപ്പാന്ന് വിളിച്ചിട്ട് കാര്യമാകത്തില്ല. പപ്പാന്ന് വിളിച്ചാൽ അതിന്റെ അപ്പുറത്ത് ഒരു പുത്രത്വം ഉണ്ടെന്ന് വിശ്വസിക്കണം. Not just calling Papa, but you must understand there is a sonship in that call. അതിന്റെ അപ്പുറത്ത് നിൽക്കുന്ന രാജത്വം, ഒരു രാജാവിനെ പോലെ അധികാരത്തോടു കൂടി അധികാര പ്രവൃത്തികൾ ചെയ്യാൻ എന്നെ ദൈവം നിയോഗിച്ചിരിക്കുന്നത്. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാനുള്ള അധികാരം എന്റെ മേലുണ്ടെന്ന്. Beyond that is kingship, where God has given me authority to trample on snakes and scorpions. ഇതെല്ലാം മഹത്വത്തിന്റെ പ്രവൃത്തികളാ. These are all works of glory. ഈ എന്നിൽ മഹത്വം ഉണ്ടെന്ന് ഞാൻ തെളിയിക്കുന്നതാണ് ഈ കരിയില പറക്കി കളയുന്നത്. I am revealing that I have glory in you. That is why I അല്ല, speak ഞാൻ the voice. ഭയങ്കരം പുള്ളിയാണെന്ന് പറഞ്ഞിരിക്കുന്നതല്ല. എന്തെങ്കിലും അവിടെ ചെയ്യാനുണ്ടോ? എന്തെങ്കിലും ചെയ്യാനുണ്ടോ? Is there anything that I can do here?
VJ ട്രാവൻ എന്ന് പറഞ്ഞ ഈ ഗോസ്പൽ സിംഗർ ഇവിടുത്തെ ഈ നടന്ന മീറ്റിങ്ങിന് എത്ര ദിവസം എൻ്റെ കൂടെ രാത്രിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചത്? The gospel singer VJ Travan prayed for me മണിക്കൂറുകൾ several nights over മണിക്കൂറുകൾ എൻ്റെ for കൂടെ a ഇരുന്ന് meeting പ്രാർത്ഥിക്കുക. here. മീറ്റിംഗ് കഴിഞ്ഞിട്ട് വന്ന് രാത്രിയിൽ ഇരുന്ന് പിന്നെ ഇരുന്ന് പ്രാർത്ഥിക്കുക. Even after meeting that night, he was praying with me. മീറ്റിംഗ് കഴിഞ്ഞ് എല്ലാവരും അങ്ങ് പോത്തേ ഉള്ളൂ, ആരും പ്രാർത്ഥിക്കാനൊന്നും കാണത്തില്ല. Nobody stands for prayer after നിങ്ങൾ meeting. നോക്ക, മഹത്വം വെളിപ്പെടുത്തണമെന്ന് നമ്മളിൽ കൂടി. We need നമ്മുടെ ഈ to reveal ജീവിതത്തിനകത്ത് glory. മഹത്വം വെളിപ്പെടുത്താൻ നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ കളഞ്ഞാൽ എവിടെ പോയി മഹത്വം വെളിപ്പെടുത്താനാ? If we're going to lose opportunities to reveal glory, where will we reveal To glory? overcome such, അങ്ങനത്തെ ചില ഘട്ടങ്ങളിൽ ഈ ടൈംലി സ്ട്രെസ്സുകളുണ്ട്. ഓരോരുത്തരുടെ ജീവിതത്തിൽ ഓരോ ദിവസങ്ങളിലും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ നിനക്ക് മറികടക്കാനാണ് നിന്റെ അകത്ത് വൈറ്റാലിറ്റിയെ, ഊർജ്ജസ്വലത്തെ, നിന്റെ അകത്ത് സ്ട്രെങ്തിനെ, നിന്റെ അകത്ത് ശക്തിയെ ദൈവത്തിന്റെ മഹത്വം വെച്ചിരിക്കുന്നത്. God has given us His vitality and strengthen us to overcome stresses that come in our ways time to time. ഞാനും പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട്, ഏതെല്ലാം ആൾക്കാർ എന്നോട് വന്ന് പ്രശ്നങ്ങൾ പറയുന്നത്, പ്രശ്നങ്ങൾ ഫോണിൽ കൂടെ പറയുന്നത്, നേരിട്ട് വന്ന് പറയുന്നത്, പ്രശ്നങ്ങൾ എല്ലാവർക്കും ഭയങ്കര പ്രശ്നമാണ്. So many people share their problems with me. ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, കർത്താവേ ഈ പ്രശ്നങ്ങളെല്ലാം കൂടെ കേട്ട് ഞാനൊരു പ്രശ്നമായി തീരല്ലേ. So I keep praying after hearing all this problem, I shouldn't be problematic. ചിലർക്ക് ഞാനൊരു പ്രശ്നമാണ്, For some people I am a problem. ചിലർക്കും തമ്മിൽ പ്രശ്നങ്ങളാണ്, Some people are problem between ചിലർക്ക് each other. വീട്ടിനകത്ത് പ്രശ്നമാണ്, Some people are problems ചിലർക്ക് at home. സാമ്പത്തിക പ്രശ്നമാണ്, Some people are financial ചിലർക്ക് problems. ആരോഗ്യപരമായ പ്രശ്നങ്ങളാണ്, Sickness. ചിലർക്ക് ഈ വിശ്വാസത്തിൽ വന്നതന്നെ വലിയ പ്രശ്നമാണ്. Problem in coming to faith. എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നത്? അത് ഹാൻഡിൽ ചെയ്യാണ് ദൈവത്തിന്റെ മഹത്വം നിന്റെ മേൽ നിക്ഷേപിച്ചിരിക്കുന്നത്. To handle it, God's glory is deposited in us. ആമേൻ, ഹല്ലേലൂയ. എങ്ങനെ മുമ്പോട്ട് പോകുന്ന അറിയത്തില്ല പാസ്റ്ററേ. Pastor, we don't know how to move ahead. പാസ്റ്റർ പറയുന്ന ഒക്കെ ശരിയാണ്, Whatever you say is good, പക്ഷെ അത് മാത്രം പോരാല്ലോ. but that's not enough. പാസ്റ്റർ പറയുന്നല്ലോ അടിപൊളി മെസ്സേജ് കേട്ടോ, Your പക്ഷെ messages are അതുകൊണ്ട് good. എന്താ കാര്യം? What's the use? പാസ്റ്ററിന്റെ പാട്ടെന്നൊക്കെ പറയാൻ എന്നാ പാട്ടാണ്, പക്ഷെ എനിക്ക് ഒരു ഗുണമൊന്നുമില്ല. Your songs are very good, no use for me. പാസ്റ്റർ ആദ്യം പാടിയ പാട്ടിന്റെ അവസാനം കൊണ്ടൊന്ന് മറ്റത്തിലോട്ട് ചേർത്ത് വെച്ച് പാടി, എന്നാ രസമായിരുന്നത്, അതുകൊണ്ട് എന്നാ ഗുണം? എനിക്കൊരു ഗുണവുമില്ല. You sang very well, but no use for me. മടുത്തു പാസ്റ്ററേ, I am sick and മടുത്തു tired. പാസ്റ്ററേ. അവസാന നാളിന്റെ ലക്ഷണമാണ്. എവിടെ കണ്ടു തുടങ്ങി? ലോകത്തിലൊന്നും കണ്ട നിന്റെ അകത്ത് അവസാന നാൾ കാണാൻ തുടങ്ങി. മടുത്തു. This is the sign of end days in your life. എത്രയോ പേര് ഈ വിശ്വാസം ത്യജിച്ചിട്ട് നിരീശ്വരവാദികളായി തീരുന്നത് അറിയാമോ? മടുത്തു So പോയത് many കൊണ്ട്. are leaving the faith and becoming atheists. They move from one church to another church. സഭ വിട്ടു മാറി കൂട് മാറി കളിക്കുകയാണ്, നിന്റെ വിശ്വാസം തകർന്നു പോകും. They are hopping churches and you lose your faith. ഹോപ്പിംഗ് ചർച്ച് എന്ന് പറഞ്ഞ അടുത്ത ചർച്ചിൽ കയറി ചാടി കയറുക, അതിനേക്കാൾ സ്പീഡിൽ തിരിച്ചു ചാടുക. ഞാൻ അതുകൊണ്ട് കൂടെ പറയും, ഒരു ചർച്ചും പെർഫെക്റ്റ് ആണെന്ന് വിചാരിക്കരുത്. നിന്നെ പരിശുദ്ധാത്മാവ് എടുത്തിരിക്കുന്ന അവിടെ ഇരുന്നോ. No church is perfect where the Holy Spirit has led you, be there. ഇവിടെ ഇത്രയും പേരൊക്കെ ഉള്ളൂ. Here we are only so ഈ much. കൂട്ടത്തിൽ നിന്ന് വലിയ ആൾക്കൂട്ടത്തിനകത്തോട്ട് പോയാൽ നിനക്ക് തോന്നും അത് ഭയങ്കര സംഭവം തോന്നും. When you go to a big church, you will think that it is a big thing. പക്ഷെ പേഴ്സണലി നീ ഇന്ന് വരെയും പാസ്റ്ററിനെ കണ്ടിട്ടുണ്ടോ? But personally, have you seen the pastor ആൾക്കൂട്ടമുണ്ട്, once? നീ വ്യക്തിപരമായിട്ട് പാസ്റ്ററിനോട് ആരോടേലും നിനക്ക് ബന്ധമുണ്ടോ? എന്റെ രാഴ്ചയായ Do you have a personal relationship with the pastor in a big crowd? അല്ല, ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും ഞാൻ ചോദിക്കുകയാണ്, 1000 പേരുള്ള ചർച്ചിനകത്ത് പോയിരുന്ന നീ പാസ്റ്ററിനെ കണി കാണാൻ പോലും കിട്ടത്തില്ല. If you're going to sit in a 1000-member church, you will ഇവിടെ never ഞാൻ get to ഇങ്ങനെ see ഞോണ്ടാനും pastor. പറയാനും എല്ലാത്തിനും ഇങ്ങനെ കൂടെ നിൽക്കുമ്പോൾ നിനക്ക് ഒരു വിലയുമില്ല. Here I am here with you for each and കളി everything. പറയാനും You take തമാശ me for പറയാനും എനിക്ക് granted. നിനക്ക് വിലയില്ല. I crack jokes with you. I മറ്റേ talk to ഭയങ്കര you, no ലൈറ്റുകളൊക്കെ, value. 10,000 പേരിക്കുന്ന ചർച്ചിനകത്ത് ലൈറ്റൊക്കെ ഭയങ്കരമാണ്. ഇടയ്ക്കൊക്കെ താണ്ട് ഇങ്ങനത്തെ വാക്യങ്ങളും വരും ഇവിടെ. But when you stand in a 1000-member church with a huge congregation, it ജോബിനായിക്ക് looks എഴുതിയ fun. സുവിശേഷമാണ് വന്നത്. ജോബിനായിക്ക് എഴുതിയ സുവിശേഷം. ഇനിയും വരും, പിള്ളേരൊന്നും ഇവിടെ നിന്ന് കഴിക്കരുത്, തിന്നരുത്, മിണ്ടരുത്. ജോബിനായി എഴുതിയ സുവിശേഷം 5-ാം സുവിശേഷമാണ്. അത് നിങ്ങൾ ഞാനൊരു കാര്യം പറയാം, എത്ര ആള് കുറയാൻ വേണ്ടിയല്ല ഞാൻ പറഞ്ഞത്, പക്ഷെ വ്യക്തിപരമായ ബന്ധങ്ങൾ എവിടെയുണ്ടോ അവിടെയാണ് നീ മുന്നേറി പോകത്തുള്ളൂ. Wherever there is personal relationship is where you will grow. മടുത്തു പാസ്റ്ററേ, I am tired. പാസ്റ്ററേ, അവസാന നാളിന്റെ ലക്ഷണമാണ്, കർത്താവ് വരാറായി, എന്നെ കൂടെ പേടിപ്പിച്ചോളെ. And then you will scare me saying the Lord is ചിലരൊക്കെ going to come. പാസ്റ്ററിനേക്കാളും വലിയ പ്രാഗൽഭ്യമുള്ളത് ഈ സിസ്റ്റമാറ്റിക് തിയോളജി ഒക്കെ പഠിച്ചവരൊക്കെ ഇതിനകത്ത് കാണും. അവർ വന്ന് എന്നെ പേടിപ്പിച്ചോളെ. People with systematic theology കാണുമോ try to scare me. എന്നെക്കാളും കനത്തിലൊക്കെ പാസ്റ്റർ കർത്താവ് വരുമ്പോൾ കാണുമോ? Pastor, will you be seen when the Lord comes? എന്റെ പൊന്നച്ചാ, നീ അങ്ങ് പോ. Somehow you go.
എനിക്ക് ഭയങ്കര ഷുവർട്ടിയാണ്, കർത്താവ് എൻ്റെ കൂടെയുണ്ട്. I am very sure that the Lord is with me. ഇത്രയും നാളത്തെ ശുശ്രൂഷയ്ക്കകത്ത് ഞാൻ മനസ്സിലാക്കിയ ഈച്ച് ആൻഡ് എവറി സെക്കൻഡ് ഓഫ് മൈ ലൈഫ് നോ, കർത്താവ് എന്നെ നടത്തുന്നവനാണ് ഞാൻ മനസ്സിലാക്കിയത്. Every second of my life I have seen that the പുറപ്പാട് Lord has പുസ്തകം led me. 34:29-30 വാക്യം. Exodus 34:29-30. അവൻ തന്നോട് അരുളി ചെയ്തത് നിമിത്തം തന്റെ മുഖത്തിന്റെ ത്വക്ക് പ്രകാശിച്ചു എന്ന് മോശ, മുഖം പ്രകാശിക്കാൻ തുടങ്ങി. മോശ സാക്ഷ്യത്തിന്റെ ദൈവത്തിന്റെ തേജസ്സിനകത്തോട്ട് ഒരുത്തൻ കയറി കഴിഞ്ഞാൽ അവന്റെ മുഖം പ്രകാശിക്കാൻ തുടങ്ങും. If somebody is in God's glory, his face will shine. ആവർത്തന പുസ്തകം 34:7 വാക്യം. മോശ മരിക്കുമ്പോൾ അവന് 120 വയസ്സായിരുന്നു. എടാ, തേജസ്സിനകത്ത് നിന്നെ കൊല്ലാൻ ആർക്കും പറ്റത്തില്ല. നിന്റെ തേജസ് നിന്നെ മൂടിയെന്നുള്ളതിന്റെ തെളിവാണ് നിന്റെ ആയുസിന്റെ ദൈർഘ്യം. In glory you will have length of days. അടുത്ത വാക്ക് എഴുതിയിരിക്കുന്നുണ്ടല്ലോ, അവന്റെ കണ്ണുമങ്ങാതെ. കണ്ണുമങ്ങാതിരിക്കണമെങ്കിൽ തേജസ്സിനെ നീ കണ്ണു, അതുകൊണ്ട് നിന്റെ കണ്ണുമങ്ങത്തില്ല. Because you have seen glory, your eyes will not be dim. ആമേൻ. അത് മാത്രമല്ല, ദേഹം ക്ഷയിക്കാതെ ഇരുന്നു. Your body won't be corrupted. ഭയങ്കര ഫിറ്റ് ആയിട്ടായിരുന്നു. അല്ലാതെ അവസാനം വടിയും കുത്തി പിടിച്ചേച്ച് മോശയെ കണ്ടു കഴിഞ്ഞാൽ എന്തോ ഒരു ഷോ എന്ന് തന്നെ നമ്മൾ പറഞ്ഞു. ഷോ, ഇതൊരു കഷ്ടമായി. അങ്ങനല്ല, ദേഹം ക്ഷയിക്കാതായിരുന്നു. His body never saw corruption. അങ്ങനെയാണെങ്കിൽ പുതിയ നിയമത്തിൽ യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ട് വീണ്ടെടുക്കപ്പെട്ടവരായ നമ്മൾ എത്ര ശക്തരായിട്ടിരിക്കണം. How much more glorious we are, washed and redeemed by the blood of Jesus. നിങ്ങൾ ശ്രദ്ധിച്ചേ, ലുക്ക് ആൻഡ് മോശയുടെ അടുക്കൽ മോശയുടെ പ്രശ്നം എന്തൊരു പ്രശ്നമായിരുന്നു അറിയാം മോശയ്ക്ക്. What a big problem Moses had. മോശയുടെ പ്രശ്നം മോശയുടെ വീട്ടിനകത്താ പ്രശ്നം. He had problem at home. ചേട്ടന് പ്രശ്നം, പെങ്ങൾക്ക് പ്രശ്നം. അത് മതിയല്ലോ മിക്കവാറും എല്ലാം ശരിയായി വരാം. All were troublesome. മനസ്സിലായി. പിന്നെ ഏതായാലും അന്ന് കല്യാണം കഴിക്കാൻ ചോദിച്ചോണ്ട് പിന്നെ കല്യാണം കഴിച്ചല്ലേ. He got married late. അല്ല, അന്നേരം കല്യാണം കഴിച്ചായിരുന്നല്ലേ അവിടെ ഇല്ലേ? അല്ല, ഹി വാസ് മാരീഡ്. പിന്നെ സിപ്പോറായ ഉണ്ടെന്നേരം കൂടെ. അപ്പൊ ഭാര്യയുടെ അത്രയും പ്രശ്നമില്ലായിരുന്നു എനിക്കൊന്ന്. ഏതായാലും ആങ്ങളെ ചേട്ടനും പെങ്ങളും കൂടെ ഭയങ്കര പ്രശ്നമായിരുന്നു. Brother and sister created a lot of trouble. മാത്രമാണ് എല്ലാവരും ചുറ്റിനും നിന്ന് പിറുപിറുക്കാൻ തുടങ്ങി. ആൾക്കാർ കൂടെ ഉള്ളവരെല്ലാം ഭയങ്കര പിറുപിറുപ്പാ. അതൊരു പ്രശ്നമോ? People around started murmuring. വീട്ടിൽ പ്രശ്നം, ആൾക്കാരുടെ ഇടയ്ക്ക് പ്രശ്നം. പിന്നെ ദേശക്കാരെല്ലാം ഫിലിസ്തീർ, ഈജിപ്ഷ്യൻസ്, മറ്റേ അമാലിയക്കർ എല്ലാം ഭയങ്കര പ്രശ്നം. ഏതുവഴി പുള്ളി പോയാലും പുള്ളിയുടെ തലയല്ല ഈ പ്രശ്നമില്ല. All problems were on Moses. ഭയങ്കരമായ പ്രശ്നത്തിനകത്ത് ഇരുന്നിട്ടും തന്റെ ശരീരം ക്ഷയിച്ചില്ല, കണ്ണു മങ്ങിപ്പോയില്ല. കാര്യം, അവൻ ഒരിക്കൽ ഒരു എൻകൗണ്ടർ ഉണ്ടായി. ദൈവത്തിന്റെ മഹത്വമായി ഒരു ഏറ്റുമുട്ടൽ നടന്നപ്പോൾ മുതൽ അവൻ മഹത്വത്തിന്റെ ശക്തിയാൽ ജീവിച്ചു. Because Moses had an encounter with the glory of God, his eyes did not grow dim, his body did not see corruption in the midst of various problems. ഈ തേജസ്സിന് ഒരു പ്രത്യേക ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടീസ് അതിനകത്തുണ്ടെന്നായിരുന്നു. നിന്റെ ദേഹം ക്ഷയിക്കാതിരിക്കുവാനുള്ള, ഇപ്പം ചിലരൊക്കെ ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കുന്നതിനെ കുറിച്ചൊക്കെ ഇങ്ങനെ പറയുന്നത്. ചിലരൊക്കെ ഇതിനകത്ത്, ഞാൻ പേരൊന്നും പറയുന്നില്ലേ, ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കുന്ന ചിലരൊക്കെ ഉണ്ടല്ലേ. There are people who eat dark chocolate here. ഡാർക്ക് ചോക്ലേറ്റ് കഴിച്ചു കഴിഞ്ഞാൽ ശരീരമൊക്കെ കുറച്ചുകൂടെ ഒരു ഊർജ്ജസ്വലതയിൽ, ഒരു യുവത്വത്തിൽ ഇരിക്കും. It will keep your body young, they say. നിങ്ങൾ എന്നെ അങ്ങനെ നോക്കണ്ട. ഞാൻ ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കുന്നോണ്ടല്ല. I don't eat dark chocolate. ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കുന്നോണ്ടല്ല, കർത്താവിന്റെ തേജസ് ഉള്ളത് കൊണ്ട്. Because of God's glory. ഹല്ലേലൂയ. Hallelujah. നമ്മൾ പ്രായമായി പോവുകയല്ല, നമ്മുടെ പ്രായം കുറഞ്ഞു വരിക. നിന്റെ യൗവനം കഴുകനെ പോലെ പുതുക്കി വരും. Our youth will be renewed like the eagles. റിന്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഷുറൻസ് എടുത്തു, അടുത്ത വർഷം റിന്യൂ ചെയ്യണം. Insurance has to be renewed. ഡ്രൈവിംഗ് ലൈസൻസ് റിന്യൂ ചെയ്യണം, പാസ്പോർട്ട് റിന്യൂ ചെയ്യണം. അതിനൊക്കെ സമയമുള്ള റിന്യൂ ചെയ്യേണ്ട സമയത്ത് റിന്യൂ ചെയ്യണം. Things have to be renewed. അതുപോലെ നിന്റെ യൗവനം നീ റിന്യൂ ചെയ്യണം. In the same way your youthfulness. പലരും എന്താ ചെയ്യുന്ന, പ്രായമാകാൻ പഠിക്കുക. എന്തിനാ പ്രായമായിട്ട് എന്തെടുക്കാനോ? ഒന്നും ചെയ്യാനൊക്കത്തില്ല, വളഞ്ഞു കുത്തി അവിടെ ഇരിക്കാന്നുള്ളതേ ഉള്ളൂ. Everybody wants to get old. What is the use? Some people are stricken with age. പ്രായം അവരെ അടിച്ചു താഴെ ഇട്ടിരിക്കുക. Some people are stricken with age. They are tired. Don't let age deal with you. You deal age. കർത്താവിന്റെ മഹത്വത്താൽ നീ പ്രായത്തെ നീ കൈകാര്യം ചെയ്യണം. With the glory of God, you have to deal with age instead of letting age deal with you. ചിലർക്ക് പ്രായം കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. Some people love to play. പ്രായം കളിക്കാൻ എന്താ പ്രായം അറിഞ്ഞിട്ട് ചേച്ചിന്ന് വിളിച്ചില്ലെന്ന്. You didn't call me Chechi. അന്ന് ആന്റിന്ന് വിളിക്കണം, അന്നേരം പിണങ്ങുകയും ചെയ്യും. ഹല്ലേലൂയ. ആമേൻ. ലോകത്തിലാണെങ്കിലും നമ്മൾ ലോകത്തിൻ്റെതല്ല. Although we are in the world, we are not of the world. അപ്പൊ ലോകത്ത് ഇരുട്ട് വ്യാപരിക്കുമ്പോൾ ദൈവമക്കൾക്ക് ഭയമുണ്ടാകും. കർത്താവിന്റെ തേജസ് നമ്മളെ കവർ ചെയ്തിരിക്കുകയാണെന്ന് ഓർത്തോണം. When darkness covers the earth, remember God's glory is covering us. അവസാനത്തെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. മൂന്നാമത്തെ കാര്യമാണ് the way of God's glory. ദൈവത്തിന്റെ മഹത്വത്തിന്റെ വഴികൾ.
The third point is God's way of in God's glory. യെശയ്യാ 60:1. Isaiah 61. ആമേൻ, ഹല്ലേലൂയ. എഴുന്നേറ്റ് പ്രകാശിക്കുക, എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. കർത്താവിന്റെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചു. വെളിച്ചം വന്നാൽ തേജസ് ഉയരും. കർത്താവിന്റെ When light comes, glory will be rising. നോക്കിയേ, നിന്റെ പ്രകാശം, വെളിച്ചം വന്നിരിക്കുകയാണ്, കർത്താവിന്റെ തേജസ് ഉദിച്ചിരിക്കുകയാണ്. When light has come, God's glory is revealed. നിങ്ങൾ മനസ്സിലാക്കണം, വെളിച്ചം വന്നപ്പോഴാ തേജസ് ഉയർന്നത്. Glory was risen when the light നീ came. വെളിച്ചം എവിടുന്നാ വരുന്നത്? വെളിച്ചം വചനത്തിൽ നിന്നേ വരത്തുള്ളൂ. Light comes from the word. വചനം പറഞ്ഞപ്പോഴാ ലെറ്റ് ദെയർ ബി ലൈറ്റ്. When the വേർഡിനകത്താണ് വെളിച്ചം ഇരിക്കുന്നത്. when the word was spoken, let there be light, there was light. വചനത്തിനകത്താ വെളിച്ചം ഇരിക്കുന്നത്. Light is in the word. അത് അല്ലാതെ നമ്മുടെ യെരൂശലേമിൽ നിന്ന് എവിടോട്ടാ പോയത്? നമ്മുടെ ജെറിക്കോ അല്ല, യെരൂശലേമിൽ നിന്ന് നമ്മുടെ ഷണ്ണൻ പോയത് സ്ഥലം, എത്യോപ്യയിലോട്ട് പോയ ഷണ്ണൻ ഇരുന്ന് വായിച്ചതുപോലെ വായിച്ചുകൊണ്ടിരിക്കുക. അടുത്തിരിക്കുന്ന ആളോട് പറയാം, ഷണ്ണൻ വായിച്ചതുപോലെ വായിക്കാതെ. Don't read like the eunuch. വായിക്കുന്നുണ്ട്, രാവിലെയും വൈകിട്ടും എല്ലാം വായിക്കുന്നുണ്ട്, പക്ഷെ ഷണ്ണൻ വായിച്ച പോലെ വായിക്കുന്നു, ഒന്നും മനസ്സിലാകും. You're reading the word, but you don't understand anything. ഒന്ന് കൈ എടുത്തേച്ച് പറയാം, ഷണ്ണൻ വായിച്ച പോലെ വായിക്കല്ലേ. Please don't read the word like the eunuch. ലോറിക്ക് മഹത്വം, ഷണ്ണൻ വായിച്ച പോലെ വായിക്കല്ലേ. Don't read the word like ഭയങ്കര വായനയാണ്, ഭയങ്കര വായന. ചുരുളൊക്കെ ഇങ്ങനെ നൂർത്തി അങ്ങ് വായിക്കുക. He is opening the scroll and reading. ഒന്നും മനസ്സിലാകുന്നില്ല. Didn't understand പലരുടെയും anything. പ്രശ്നം അതാണ്. വചനം വായിക്കുന്നുണ്ട്, You're reading the word. വായിച്ച് ഫെമിലിയാരിറ്റി ടു ദ വേർഡ് ആയി. സ്ക്രിപ്ചർ നന്നായിട്ട് അറിയാമെന്ന് അങ്ങ് പറയും. And now you say you know the scripture. വേണ്ടുന്നപ്പോഴും വേണ്ടാത്തപ്പോഴും എല്ലാം ഈ സ്ക്രിപ്ചർ അങ്ങോട്ട് ഉപയോഗിക്കും. You are quoting the scripture whenever you need. ഒരു പനി വന്നാൽ മതി, വേണ്ടാത്ത സ്ക്രിപ്ചർ ഉപയോഗിക്കും. ഒരു പനി വന്നാൽ മതി, വേണ്ടാത്ത അസ്ഥാനത്ത് സ്ക്രിപ്ചർ ഉപയോഗിച്ചുകളെ. When a fever comes, you use a scripture wrongly. നിങ്ങൾ എപ്പോഴും ഓർത്ത് നോക്കണമേ, ആൾക്കാർക്ക് സ്ക്രിപ്ചറിനോട് പരിചയം വന്നാൽ അവിടെ നിന്ന് പോകും. When you're too familiar with the scripture, you are stagnant. ഇന്ന് രാവിലെ നിങ്ങൾ ഓർത്തേക്ക്, പരിചയത്തിന്റെ പുറത്ത് ഇത് കേൾക്കുന്നെങ്കിൽ ഒന്നും വർക്ക് ചെയ്യത്തില്ല. If you're going to hear the word based on familiarity, it's not ഒരുക്കപ്പെട്ട going to work. ഹൃദയം ഒരുക്കപ്പെട്ടിരിക്കുവാണെങ്കിൽ ഇന്ന് അതിനകത്തേക്ക് ചിലത് വന്ന് വീഴും. But if your heart is prepared, something will happen. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, ഒരുക്കപ്പെട്ട ഹൃദയത്തിനകത്ത് വെളിച്ചം കയറത്തുള്ളൂ. A prepared heart, light comes. ചർച്ച വന്നിരിക്കാവുന്നേ ഉള്ളത് ഉറങ്ങിപ്പോകും. മനസ്സ് ഇപ്പം കണ്ടില്ല, മനസ്സങ്ങ് ഉറങ്ങിപ്പോവുക. കണ്ണ് തുറന്നിരിക്കുക, പക്ഷെ മനസ്സ് ഉറങ്ങിപ്പോവുക. Your eyes are open, but your mind is sleeping. കാര്യം കണക്ട് ആകാൻ പറ്റുന്നില്ല. You're not able to connect. എന്ത് പറയാൻ നോക്ക്, What is he speaking? അതിന് സ്ഥിരമായ കേൾവി ആവശ്യമെന്ന് പറയും. You need constant hearing. നിങ്ങൾക്ക് മനസ്സിലാക്കുന്നുണ്ടോ? Do you understand? കാര്യം ഇരുട്ടെപ്പോഴും സ്വാധീനിച്ചുകൊണ്ടിരിക്കും. Because darkness is influencing all the time. അതിനെ ശ്രദ്ധിക്കാൻ, ഈ ഫോളോ മീ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നതിന്റെ കാര്യം, ഇരുട്ടിങ്ങനെ നിങ്ങളെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുകയാണ്. Darkness is going on influencing അവിടെ you. നിന്ന് നിങ്ങൾ അത് കുടഞ്ഞു കളഞ്ഞേച്ച് You have to shake വെളിച്ചത്തെ it off അപ്ലൈ ചെയ്യണം. വെളിച്ചം, and apply the light. വെളിച്ചം വചനത്തിൽ നിന്നേ വരത്തുള്ളൂ. Light comes from the word. വചനത്തിൽ നിന്ന് വെളിച്ചം വന്നാൽ തേജസ് വെളിപ്പെടുന്നു. When light comes from the ഈ word, ഭയങ്കര glory will be പ്രശ്നത്തിനകത്ത് revealed. ഇരിക്കുമ്പോഴാണ് ഈ വചനത്തിനകത്ത് വെളിച്ചം, ഒരു ടോർച്ച് പോലെ ഈ വെളിച്ചം അങ്ങോട്ട് വരും കഴിയുമ്പോൾ നിന്റെ പ്രശ്നം ഒന്നുമില്ലാതായി നീ ഗ്ലോറിയുടെ മേൽ കയറി നിൽക്കും. Maybe you're in the midst of deep trouble. The light will come from the word like a torch, and the problem will be nullified. ഇവിടെ നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് കിടക്കുന്ന മുഴുവൻ ബോധ്യങ്ങൾ, കോൺഷ്യൻസസ് എന്ന് പറയുന്ന സാധനം ഇവിടെ കിടക്കുന്നത്. ഇതിനകത്തേക്കാണ് ഈ ഇരുട്ട് സ്വാധീനിക്കാൻ ശ്രമിക്കുന്നത്. എപ്പോഴും The darkness always influences our mind or our conscience. കോൺഷ്യൻസിന്റെ കുഴപ്പം ഞാൻ ചോദിച്ചേക്കാം, കോൺഷ്യൻസിന് എന്ത് ഫീഡ് ചെയ്യുന്നു അതേ എടുക്കത്തുള്ളൂ. Whatever you feed the conscience, it will ഇവിടെ പറയുന്നത്, ഈ ചർച്ചിനകത്ത് വന്നിരിക്കുന്നുണ്ട്, വേർഡ് കേൾക്കുന്ന സമയത്ത് കോൺഷ്യൻസ് വേറെ സ്ഥലത്ത്, പുറത്തിപ്പോ ഇങ്ങനെ ഇട്ടിരിക്കുന്ന ചെരുപ്പ് ആരെങ്കിലും എടുത്തോണ്ട് പോകുന്ന ചിന്തിച്ചു കഴിഞ്ഞാൽ പോയി. You are sitting here in the church and thinking about somebody stealing your sandals. Gone. പുതിയ കാറിലെ വന്നിരിക്കുന്നത്, പിള്ളേർ വല്ല അതേലും ഒരിക്കുമോ എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ഇവിടെ പറയുന്ന പോലും കേൾക്കും, ഇങ്ങനെ ഇരിക്കും. You came in a new car, you're worried children will scratch it. Finish. ചിലർ റോഡിലിട്ടേച്ചാ വന്നിരിക്കുന്നതേ, അതുവഴി പോകുന്നു, വല്ല മരിച്ചു പോകുന്നു ചോദിച്ചാൽ നമ്മളൊരു വര പോലെ ഇരിക്കത്തേ ഉള്ളൂ. You're worried about your car parked outside and thinking about it. വേർഡ് കേൾക്കുന്നുണ്ട്, പക്ഷെ വേർഡിനകത്തൊന്നും വെളിച്ചം വരുന്നില്ല. You're hearing the word, light is not getting into. മനസ്സിലാകുന്നുണ്ടോ? വേർഡ് കേൾക്കുന്നുണ്ട്, പക്ഷെ കേൾക്കുന്നതിനകത്ത് വെളിച്ചം വരുന്നില്ല. But there's no light in the word. വെളിച്ചം വരാതിരിക്കുമ്പോഴത്തെ കുഴപ്പം പ്രശ്നം വരും പറഞ്ഞുകൊണ്ടല്ലോ, വെളിച്ചത്തിനകത്തുനിന്ന് ശക്തി ഇറങ്ങുന്നില്ല. The problem is when a problem comes,
the light is not functioning in you and there is no strength എന്നാൽ to നിങ്ങൾ ഇവിടെ overcome. ഇരുന്ന് ശ്രദ്ധയോടെ ഇരുന്ന് കേട്ട വചനത്തിനകത്തുനിന്ന് വെളിച്ചം വന്നു കഴിയുമ്പോഴത്തേക്ക് ഇനി അടുത്ത സെക്കൻഡിൽ ഒരു പ്രശ്നം വന്നാൽ നിങ്ങളുടെ വചനത്തിന്റെ വെളിപ്പാടിനകത്തുനിന്ന് ആ പ്രശ്നത്തിന് നേരെ ചില അമ്പുകൾ ചെന്നിട്ട് അതിനെ തകർത്തുകളെ. But if you're keenly listening to the word, next moment if a problem comes, certain arrows will go away out of you from the word you heard and fight it off. അതാ വെളിച്ചം വന്നു കഴിഞ്ഞാൽ തേജസ് അങ്ങ് ഉയരാൻ തുടങ്ങും. തേജസിന്റെ ഹൈപ്പ് കൂടുതലാണ്. When light comes, glory will rise. ഹല്ലേലൂയ. Hallelujah. See, light is the fuel for glory. ഗ്ലോറിയുടെ ഫ്യൂവൽ, ഇന്ധനം എന്ന് പറയുന്നത് ഈ വെളിച്ചമാണ്. Light is the fuel for glory. മനസ്സിലാകുന്നുണ്ട്? തേജസ് എപ്പോഴും വർദ്ധിക്കുന്നത് ഈ വെളിച്ചത്തിനകത്തുനിന്നേ വരത്തുള്ളൂ. Glory increases from the light. അതുകൊണ്ട് പറഞ്ഞു എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. ഇപ്പൊ നീ കേൾക്കുന്ന വചനത്തിനകത്ത് പ്രകാശം ഇരിപ്പുണ്ട്, അത് വന്നിരിക്കുകയാണ്. ഇറ്റ് ഈസ് നിയർ യു. നീ അത് പിടിച്ചെടുത്തോളൂ. That is why it says arise and shine, the light has come. കാരണം ഈ വചനം ഞാൻ വെളിച്ചം പിടിച്ചെടുത്തുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്. I took hold of this light, so I'm sharing with you. എനിക്ക് ഈ പറയുന്ന പോലെ ചലഞ്ചസ് ഈ മനുഷ്യരായതുകൊണ്ട് ചലഞ്ചസ് എല്ലാവരുടെയും ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകാറുണ്ട്. Because I'm a man, I also have challenges. ചലഞ്ചസിനെ എങ്ങനെ ഓവർകം ചെയ്യുന്നത്? How to overcome challenges? ആ വലിയ പ്രശ്നങ്ങൾ ഇരിക്കുന്ന ആ സ്ട്രെസ്സിന്റെ മധ്യത്തിൽ എങ്ങനെയാണ് ചിരിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്നത്? How can I smile in the midst of stress? അതേ പ്രശ്നത്തിൽ പലരും കരയുമ്പോൾ നീ എങ്ങനെയാണ് ആ പ്രശ്നത്തിനകത്ത് ചിരിച്ചുകൊണ്ടിരിക്കുന്നത്? When other people are crying over the same problem, ദൈവത്തിന്റെ you're smiling. വചനത്തിനകത്തെ വെളിച്ചമാണ് നിന്നെ താഴ്ത്താത്തത്, നിന്നെ ഉയർത്തി നിർത്തുന്നത്. It is the glory that is in the word of God that doesn't let you go down. ഇന്ന് രാവിലെ 100 രൂപയുടെ പ്രശ്നമാണ്. 100 രൂപ ഉണ്ടായിരുന്നെങ്കിൽ Today morning the problem is for 100 rupees. If there was 100 ആ rupees, 100 രൂപ നമ്മളെ എന്ത് ചെയ്യും? അട്ട ചുരുട്ടുന്നത് പോലെ ചുരുട്ടിക്കളയും. that 100 rupee problem will make you shrink. അത് 1 ലക്ഷം രൂപ ഒന്നും വേണ്ട, 100 രൂപ മതി. കേവലം 100 രൂപ മതി. വണ്ടിക്കൂലിക്ക് പെട്രോൾ അടിക്കാൻ 100 രൂപ ഉണ്ടായിരുന്നെങ്കിൽ. Wish I had 100 rupees for petrol. അതെന്ത് ചെയ്യും? നമ്മളെ ചുരുട്ടും. It will make you swirl. എന്നാൽ വിശ്വാസത്തിന്റെ ചുവടുകൾ മുമ്പിലോട്ട് വെച്ചാൽ, But if you take steps of faith, അടുത്ത സെക്കൻഡ് നിന്റെ ഫോണിൽ ടിങ് ടോങ്, next second your phone will get a message. നീ 100 രൂപ ആഗ്രഹിക്കും. കർത്താവ് എന്റെ കുഞ്ഞ് താണ്ട് വിഷമിക്കുന്നെന്ന് പറഞ്ഞു വേർത്തനോട് പറയും, എന്റെ കുഞ്ഞ് വിഷമിക്കുന്നു, സെൻഡ് ഹിം സംതിങ്. ഇപ്പോൾ അയക്കുക. നീ 100 രൂപയ്ക്ക് ആഗ്രഹിക്കുമ്പോൾ നിന്റെ ഫോൺ തുറന്നു നോക്കുമ്പോൾ 500 രൂപ. So when you take a step of faith, the Lord will say, my child is worrying for 100 rupees. Your phone says 500 rupees has come. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു പറയാ? 500 രൂപ കിട്ടി കർത്താവല്ലേ, എന്നാ പോയി പുട്ടടിക്കാന്ന് പറഞ്ഞ് നമ്മൾ നേരെ പത്തനംതിട്ടയ്ക്ക് വിട്ടുവിടും, അല്ലെ തിരുവല്ലയ്ക്ക് വിടും, ചർച്ച വരത്തില്ല. And now that you got 500 rupees, you think, okay, let me go. അങ്ങനത്തെ വെടക്കത്തനം ഇരിക്കുന്നുണ്ടോ? 1 രൂപയും കിട്ടാത്തത്. Instead of coming to church, you go elsewhere. That is why you don't മനസ്സിലാകുന്നുണ്ടോ? get anything. എന്നാൽ ദൈവത്തിന്റെ നാമത്തിന്റെ പുകഴ്ചയ്ക്കായി ഇന്ന് രാവിലെ എന്റെ ആവശ്യഘട്ടത്തിനകത്ത് എന്നെ നിർത്തിയവനെ ഞാൻ സ്തുതിക്കുമെന്ന് പറഞ്ഞാൽ, For the praise of His glory, I will praise the one who എടാ, is പാറയ്ക്കകത്തുനിന്ന് വെള്ളത്തെ കൊണ്ടുവരുവാൻ കഴിയുന്നവൻ, ചെങ്കടലിനകത്ത് നിനക്ക് വേണ്ടി പാത ഒരുക്കുന്നവൻ നിന്റെ പ്രശ്നത്തിനകത്ത് ഇറങ്ങി ഇടപെടാതിരിക്കുമോ? one who can bring water out of the rock, one who makes a way in the sea. Will He not intervene in your problems? 119 സങ്കീർത്തനം പറഞ്ഞു ഇങ്ങനെ മുമ്പോട്ട്. 119 സങ്കീർത്തനം 18-ാമത്തെ വാക്യം. 18th verse. Hallelujah. നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് നിന്റെ കണ്ണുകളെ തുറക്കേണ്ട. അതാ വേണ്ടിയത്, നമുക്ക് വേണ്ടിയത്. കർത്താവേ, നിന്റെ വചനത്തിനകത്ത് അത്ഭുതങ്ങൾ ഇരിപ്പുണ്ട്. There are miracles in your word. നിന്റെ ചട്ടങ്ങൾക്കകത്ത് അത്ഭുതങ്ങൾ ഇരിപ്പുണ്ട്. There are miracles in your word. നിന്റെ വാക്കിനകത്ത് അത്ഭുതങ്ങൾ ഇരിപ്പുണ്ട്. There are wonderful things in your അത് word. കാണാൻ, അതിനകത്തെ അത്ഭുതം കാണാൻ എന്റെ കണ്ണും തുറക്കണമേ. Open my eyes to see the wonderful Eyes of understanding. ഇതാണ് പൗലോസ്ലീഹ എഫേസ്യർ 1:18 പറഞ്ഞ, കർത്താവേ, ഓപ്പൺ ദി ഐസ് ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ്. എന്റെ ദൃഷ്ടികളെ അവിടെ നിന്ന് പ്രകാശിപ്പിക്കണമേ. ഇതൊക്കെ ഒന്ന് വായിച്ച് Lord, മനസ്സിലാക്കാം. open the eyes of my understanding to see these things. ഹല്ലേലൂയ. അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവകാശത്തിന്റെ മഹിമാതനമെന്നും അവന്റെ വല്ലഭത്വത്തിന്റെ ബന്ധത്തിൽ വ്യാപരിക്കുന്ന വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും അറിയണം. ഞാൻ ഐസ് ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ്. Our eyes of understanding should be
open to understand the greatness of the inheritance that is for the saints. കർത്താവിന്റെ അടുക്ക വരുന്നവരെ ആരും കർത്താവ് തള്ളിക്കളയത്തില്ല. God will not reject anyone who For comes that near. രണ്ടാമത്തെ കാര്യം, അതിനകത്ത് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വചനത്തിനകത്ത് വെളിച്ചം ഇരിക്കുന്ന പോലെ വചനം കേൾക്കാൻ ഒരു പാഷൻ ഉണ്ടാകണം. We need to have a passion to ഹൃദയം hear the ഭയങ്കര word. പാഷൻ ആയിരിക്കും. ഇന്നത്തെ വചന കേൾവി എന്റെ ജീവിതത്തിന് അത് ഭയങ്കര ശക്തിയായിട്ട് മാറാൻ പോവുകയാണ്. Today the hearing of the word is going to be transformative in my life. ഹല്ലേലൂയ. Hallelujah. കർത്താവ് മഹത്വത്തെ വെളിപ്പെടുത്തും. യെശയ്യാ 42 അധ്യായത്തിന്റെ 8 വാക്യമാണ് ഞാൻ വിചാരിക്കുന്നു. Isaiah 48:2. എന്റെ മഹത്വം ഞാൻ അത് ആർക്കും വിട്ടുകൊടുക്കുകയില്ല. 42 അധ്യായത്തിന്റെ 6 വാക്യമാണ്. ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. അത് തന്നെ എന്റെ നാമം. 42:8. അതെ, കർത്താവ് അത് തന്നെ എന്റെ നാമം, എന്റെ മഹത്വം മറ്റൊരുത്തനും എന്റെ സ്തുതി വിഗ്രഹങ്ങൾക്ക് വിട്ടുകൊടുക്കുക. വേറെ ഒന്നിനും അവൻ വിട്ടുകൊടുക്കത്തില്ല. God will not share his glory with anything. ഒരാൾക്കും അവന്റെ മഹത്വം സ്തുതിയും വിട്ടുകൊടുക്കത്തില്ല. He will not give his glory and praise to any idols. വേറെ ഒരാളും അവന്റെ സ്തുതിയും മഹത്വം എടുക്കാൻ പാടില്ല. No one can take his glory and praise. അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മളെ അവൻ സ്നേഹിച്ചത്. That is when he loved us. അതുകൊണ്ട് അവൻ എന്ത് ചെയ്യുന്നറിയാം, അവന്റെ ആ കർക്കശമായ നിലപാടിനെ അവൻ വിട്ടു. He left that stringent stand of എന്നിട്ട് him. എന്ത് ചെയ്തറിയാം, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മുടെ അകത്ത് വന്നു. And the hope of glory Christ is in us. ആർക്കും കളിക്കാൻ പറ്റാത്ത സാധനത്തെ കളിക്കാനായിട്ട് നമ്മുടെ അകത്തേക്ക് തന്നു. He gave that. നമ്മൾ എങ്ങനെ കളിക്കുന്നത് അറിയാമോ? ദൈവത്തിന്റെ വചനത്തിനകത്തെ വെളിച്ചത്താൽ നമ്മൾ ഈ മഹത്വത്തെ കൈകാര്യം ചെയ്യും. We operated through the light of the word. പത്രോസൊക്കെ പറയാം, നിന്റെ മഹത്വത്താലും വീര്യത്താലും അത്ഭുതങ്ങളെ കാണുവാനാണ് ഞങ്ങളെ വിളിച്ചിരിക്കുന്നത്. We are called to see your wonderful things through your glory and your might. ഏത് വിഷയത്തിനകത്തായിരിക്കുന്നെങ്കിലും ദൈവത്തിന്റെ മഹത്വത്തിന് നിന്റെ പ്രശ്നങ്ങളെ തുടച്ചു മാറ്റാൻ കഴിയും. God's glory can wipe away your problems. ദൈവത്തിന്റെ മഹത്വം ക്യാൻസറും പിടിച്ചോണ്ടിരിക്കാൻ സമ്മതിക്കുമോ? God's glory won't let you have ക്യാൻസർ cancer. വെച്ചോണ്ടിരിക്കാൻ പറ്റുമോ? You cannot have cancer. ക്യാൻസർ വെച്ചോണ്ട് അസ്വസ്ഥത, ദൈവത്തിന്റെ മഹത്വം ഇരിക്കുന്നിടത്ത് സൈഡിലോട്ട് പുള്ളിയും ചെള്ളി കയറി ഇരിക്കുവാണ്, ഞാനോട്ട് ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ഇരിക്കാൻ മഹത്വം സമ്മതിക്കുമോ? Glory will not allow cancer. ഞാനത് to പറഞ്ഞിട്ടും വാ പൂട്ടിയിരിക്കുന്ന കണ്ടില്ലേ? ഞാനത് ഇത്രയും പറഞ്ഞിട്ടും ചങ്കു പൊട്ടിച്ചിട്ട് പറഞ്ഞിട്ടും നിങ്ങൾ മഹത്വം എവിടിരിക്കട്ടെ, മറ്റേ പുള്ളി എവിടിരിക്കട്ടെ നീ പറഞ്ഞു. ഇതൊക്കെ വാ തുറന്ന് പറഞ്ഞ് തലയ്ക്കകത്ത് കിടക്കുന്ന മണ്ടത്തരങ്ങളെ പുറത്താക്കി കളയണം. ദൈവമഹത്വം ഇരിക്കുന്നിടത്ത് വേറെ ഞെരുങ്ങിക്കയറി ഇരിക്കാൻ പറ്റുമോ? അതിങ്ങനെ ഞെരുങ്ങിക്കയറി വന്നപ്പോ നീ മഹത്വത്തെ എക്സസൈസ് ചെയ്തു, അത് തീർച്ചയായിട്ടും പാട്ട് പോയി. നിന്റെ ദാരിദ്ര്യ അവസ്ഥ മഹത്വത്തിന് വിരോധമാണ്. നിന്റെ അനാരോഗ്യം മഹത്വത്തിന് വിരോധമാണ്. ആമേൻ. മഹത്വം വേറെ ഒരുത്തനും കൂടെ അതിനകത്തിരിക്കത്തില്ല. മഹത്വത്തിന്റെ പരിപൂർണതയായ ക്രിസ്തു നിന്റെ അകത്തിരിപ്പുണ്ടെങ്കിൽ ഇന്ന് ആ മഹത്വം നിനക്ക് വേണ്ടി ഇടപെടും. If hope of glory Christ is in you, the glory will work for you. Hallelujah. ഇന്ന് പറ, കർത്താവേ ആ മഹത്വത്താൽ എന്നെ നിറയ്ക്കണമേ. Lord, fill me with that glory. ബുധനാഴ്ചയൊക്കെ അതിനു വേണ്ടി ഈ സെൽ മീറ്റിംഗ് വെച്ചിരിക്കുന്നത്. ഇന്ന് കേട്ടത് നിങ്ങൾ മനസ്സിലാക്കി ബുധനാഴ്ച വന്ന് പറയുന്നവരുടെ വാസ്തവത്തിൽ അങ്ങനെ പറയുന്നവന്റെ എല്ലാം ജീവിതത്തിനകത്ത് മഹത്വം വർക്ക് ചെയ്യുന്ന കണ്ടിട്ടില്ലേ? When you declare it, the glory will work for you. Hallelujah. 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 ആരോട് നിങ്ങളുടെ ആവശ്യം പറയണ്ട, മഹത്വത്തിന്റെ ഉടയവനായിരിക്കുന്നത് നിന്റെ ആവശ്യത്തെ അറിയാം. You don't have to share your need with anyone. നമ്മുടെ കുഴപ്പം എന്നറിയാം, പ്രശ്നമെല്ലാം ചെന്നത് നാട്ടുകാരോട് ഈ ബസ്സിലിരിക്കുന്ന സ്നേഹമുള്ള യാത്രക്കാരുടെ ശ്രദ്ധയ്ക്കെന്ന് പറഞ്ഞ് ഓരോ കാർഡ് ഇട്ട് കൊടുക്കും. The problem is we പറ, share our problems പിച്ചക്കാശ് എടുക്കാനല്ല നിന്നെ വിളിച്ചത്. God did not ask you to beg to other people. വല്ലവനും മനസ്സ് പ്രാഗി നിന്നെ തരുവല്ല. സ്വർഗത്തിലെ ദൈവം ഹൃദയത്തിന്റെ നിറവോടുകൂടി നിന്നെ അനുഗ്രഹിക്കും. God of glory will bless you with all his heart. നമ്മള് ഈ പറയുന്നത് പിച്ചക്കാശിനെ പറ, അങ്ങോട്ട് ഇങ്ങോട്ട് പറ. പിച്ചക്കാശിനല്ല നമ്മളെ വിളിച്ചത്, മഹത്വത്തിലാണ്. God did not call you to beg to others. പോയി നമ്മൾ ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്ന ആരെങ്കിലും പറയും അത്രയൊന്നും ഇല്ലായിരുന്നു, ഉള്ളത് ഞാൻ തരാന്നൊക്കെ പറഞ്ഞത്. അങ്ങനെ അല്ല ജീവിക്കേണ്ടത്. ദൈവത്തിന്റെ മഹത്വത്തിന്റെ പരിജ്ഞാനത്തിൽ നീ ജീവിക്കണം. You have to live in the knowledge of his glory. Hallelujah. Hallelujah. ആരോടും ഒന്നും പറയാൻ പോകരുത്. പലരും പല ഓഫറുകളും വെച്ച് നീട്ടും. People may give you many offers. ഇല്ല, ദൈവം നിനക്ക് വെച്ച് നീട്ടിയ ഓഫറാണ് രക്ഷ. God has given you an offer of salvation. ഞാൻ ചോദിക്കട്ടെ, ഈ രക്ഷയ്ക്ക് നിന്നെ രക്ഷിക്കാൻ കഴിവില്ല, നീ ഇത് നിർത്തിച്ച് വേറെ പണിക്ക് പോകണം. If the salvation cannot save you, you leave it and go for something else. മനസ്സിലാക്കുന്നുണ്ടോ? രക്ഷയ്ക്ക് നിന്നെ രക്ഷിക്കാൻ കഴിവില്ലെങ്കിൽ നീ രക്ഷ പിന്നെ എടുത്തോണ്ട് നടക്കരുത്. If this salvation cannot save you, don't take the salvation. ഈ രക്ഷ സകല രക്ഷയും ഒരുക്കുന്ന രക്ഷയാണ്. This is a salvation that gives you all kinds of salvation. അതുകൊണ്ട് തന്നെ ഈ രക്ഷയ്ക്ക് നിന്റെ സകല പ്രശ്നത്തെയും അതിജീവിക്കാൻ അവന്റെ മഹത്വത്തെ അവൻ തുറന്നു തന്നുകൊണ്ടേയിരിക്കും. And so the salvation will keep opening its രക്ഷയ്ക്ക് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടെന്ന്.
The salvation has a See, ഈ standard. രക്ഷയ്ക്കൊരു ഒരു നിലവാരമുണ്ട്. It has a standard. ആ നിലവാരത്തിന് താഴെ വരാൻ ഈ രക്ഷയ്ക്കൊക്കത്തില്ല. The salvation cannot come below its കണ്ട, standard. ആ രക്ഷയ്ക്കകത്താണ് നിന്റെ രക്ഷയെ അവൻ ഒരുക്കി വെച്ചത്. He has kept your salvation in അതിന് അവൻ this. എന്തോ തരാൻ പറ്റുന്നത്, അവന് തരാൻ പറ്റുന്ന മുഴുവൻ ആ രക്ഷയ്ക്കകത്ത് അവൻ നൽകി തന്നു. അതാ അവൻ ഇനിയും കൊടുക്കാത്തൊരു സാധനമായിരുന്നു അവന്റെ മഹത്വം. അതും കൂടെ എടുത്തു നിന്റെ മേൽ തന്നു. Everything is given to you in salvation, including His glory. And you are filled with His glory and you are covered by His glory. നിന്റെ അകത്തവൻ മഹത്വം നിറച്ചു, നിന്നെ മഹത്വത്തിനകത്തും നിറച്ചു വെച്ചു. He has filled His glory in you and He has covered you with His glory. ഇതാ യോഹന്നാൻ 10:28-29 വാക്യത്തിനകത്ത് 27-28-29 വാക്യം ഒന്ന് വേഗത്തിൽ കാണിച്ച മക്കളെ. John 10:27-28-29. ആ വാക്യം ശ്രദ്ധിച്ചില്ല. യേശു പറയുന്ന 10-ാം അധ്യായത്തിനകത്ത് ഇടയനെയും വാതിലിനെയും കാണിച്ചിട്ട് മുമ്പോട്ട് വന്നാ പറയുന്നത്, ആടുകളെ എന്റെ ശബ്ദം കേൾക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എന്തിനാ വന്നത്? Why did I come? ഹല്ലേലൂയ. ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു. എന്തിനാ വന്നത്? Why did I come? നിത്യ നരകം തരാനാണ് വന്നത്. അടുത്തിരിക്കാന്ന് പറയാം. മേലാൽ ഈ ഇമ്മാതിരി വർത്താനം പറഞ്ഞു നടക്കരുത്. I have come to give them eternal നീ life. നിത്യ നരകത്തെ കുറിച്ച് പറഞ്ഞു നടക്കാം. നിനക്ക് തന്നത് നിത്യജീവനാണ്. God has given you eternal life. Don't talk about hell. ചിലർക്ക് വലിയ വിഷമമാ. നരകം എന്ന് പറഞ്ഞ കുടുംബത്തിന്റെ കാര്യം പറഞ്ഞ പോലെ ചിലർക്ക് തോന്നും. അതല്ലല്ലോ, നമ്മുടെ നിത്യജീവന്റെ ആൾക്കാരാ. We are people of life. അതല്ലേ, നമ്മുടെ വീടെന്ന് പറയുന്നത് സ്വർഗമാ. Our house അല്ലേ? is a സ്വർഗമല്ലേ? heaven. മറ്റേ പറഞ്ഞ എന്തിനാ ദേഷ്യം വരുന്നത്? എന്തിനാ? തറവാടിനെ കുറിച്ച് നമ്മുടെ തറവാട് ഏതാ? സ്വർഗമാണ് നമ്മുടെ തറവാട്. Our house പറ, is heaven. കണ്ടാലേ അറിയാം നീ ഒരു തറവാടിയാന്ന് പറ. അടുത്തിരിക്കുകയാണ്, നീ ഒരു തറവാടിയാ. കണ്ടാലേ അറിയാം You come from a good നീ home. കർത്താവ് വന്നിരിക്കുന്ന നിത്യജീവൻ തരാൻ വേണ്ടി, നിത്യജീവൻ തരാൻ വേണ്ടിയാണ്. ആരും ഒരു നാളും നശിച്ചു പോകത്തില്ല. ആരും പറയുന്നത്, യു റീഡ് ഇറ്റ്, വായിച്ച്, ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ പേടിച്ചിരിക്കും. ആരാണ്ട് അടിച്ചുകൊണ്ട് പോകുമെന്ന് വിചാരിച്ചു. കൊട്ടേഷൻ സംഘം നമ്മളെ അടിച്ചുകൊണ്ട് പോകും. പറ്റും. ഇത് എപ്പോഴാണെന്നറിയോ? എൻ്റെ ചിന്തകൾ മാറിയാൽ മതി, ഞാൻ അവൻ്റെ കയ്യിലാണെന്ന് എനിക്ക് തോന്നത്തില്ല. എനിക്ക് വേണേൽ എനിക്ക് തന്നെ നാശം ഉണ്ടാക്കാം. ആരും നമ്മളെ തൊടാൻ സമ്മതിക്കത്തില്ല. I can bring destruction to പക്ഷെ myself. വചനത്തിന്റെ through my വെളിച്ചം thoughts. വന്നില്ലെങ്കിൽ ഞാൻ എന്നിലെ സ്വയം കയറി വന്നിട്ട് ഞാൻ എല്ലാത്തിനും വിരോധിയായിട്ട് മാറും. If the light of the word doesn't come, myself will operate and I turn against the Lord. പറഞ്ഞേ, യേശു കർത്താവിന്റെ കയ്യിൽ നിന്ന് എന്നെ ആർക്കും പിടിച്ചു പറിക്കാൻ പറ്റില്ല. No one can snatch me out of പിന്നെ the hands of the Lord Jesus. പിടിച്ചു പറിക്കാൻ പറ്റുന്ന ഒറ്റ ഒരാളേ ഉള്ളൂ, അത് ഞാൻ തന്നെയാണ്. One ഞാൻ person തന്നെ. who can snatch എനിക്ക് me വേണേ is നാശം ഉണ്ടാക്കി myself. വെക്കാം. ഇനി അടുത്ത വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഇത് ഇങ്ങനെ ഭയങ്കര സംഭവം ഇരിക്കുമ്പോൾ, ആമേൻ, അവയെ തന്നിരിക്കുന്ന എൻ്റെ പിതാവ് യേശുവിന്റെ കയ്യിൽ എന്നെ കൊടുത്തത് ആരാണ്? പിതാവായ ദൈവമാണ് എന്നെ പുത്രനായ യേശുവിന്റെ കയ്യിൽ കൊടുത്തത്. It is Father who has given them. എന്നെ തൊടാൻ പുത്രൻ സമ്മതിക്കത്തില്ലെങ്കിൽ പിതാവ് സമ്മതിക്കുമോ? Father and Son will not allow anyone to touch. ഹല്ലേലൂയ. പിതാവിന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിപ്പാൻ No one can snatch me away അതിന് from Father's ദൈവത്തെക്കാളും hand. വലിയവൻ വരണം. എന്നെ പിടിച്ചു പറിക്കണമേ ദൈവത്തിനെക്കാളും. No one അതുകൊണ്ട് can നമ്മൾ snatch വിചാരിക്കുന്നത് me നമ്മുടെ from my ദൈവസന്നിധിയിൽ Father's hand. സങ്കടപ്പെട്ടല്ല ഇരിക്കേണ്ടത്, സ്തുതിയോടുകൂടി ഇരിക്കണം, You should be ആരാധനയോടുകൂടി ഇരിക്കണം. joyful and in the presence of God. കള്ളത്തരമൊന്നും കാണിക്കരുത്. Don't do wrong things. കള്ളത്തരം കാണിക്കരുത്. വിക്കറ്റ്നെസ് നമ്മളെ പിടിക്കാൻ ഇടയാക്കരുത്. Let not അസൂയ wickedness നമ്മളെ snatch. പിടിക്കാൻ ഇടയാക്കരുത്. Jealousy, പക, ആമേൻ, വിദ്വേഷം, പിണക്കം, ഇതൊന്നും നമ്മളെ പിടിക്കാൻ ഇടയാക്കരുത്. envy shouldn't allow സത്യമായിട്ട് ഞാൻ these പറയും, things to ചർച്ചിനകത്ത് touch you. തന്നെ ആർക്കെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പിണക്കുണ്ടെങ്കിൽ അതിലും വിട്ടുകളഞ്ഞോടും. You should leave കാരണം all പിണക്കം offenses ഒരു against each വഴിയാണ്. other. നിന്നിൽ മഹത്വം വെളിപ്പെടാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു വഴിയാണ് ഈ പിണക്കം. Offenses is a way in which glory is not revealed in you. മനുഷ്യർ കൂടുന്നിടത്തെല്ലാം എന്തുണ്ടാകും? ഈ പറയുന്നുള്ള ഈ ഒരു എന്താ പറയുന്നത്, ഒരു ക്ലാഷ് വരാം, അല്ലേ? ഒരു പ്രശ്നം വരാം. പറഞ്ഞത് അങ്ങനെ ആയിരുന്നു, എന്നോട് അതങ്ങനെ പറഞ്ഞു, വിട്ടുകളഞ്ഞേക്കണം അന്നേരമേ. Leave all offenses. കാര്യം അത് നമ്മളെ ഒരിക്കലും ദൈവത്തിന്റെ വചനത്തിന്റെ വെളിച്ചം കൊണ്ടുവരാൻ സഹായിക്കത്തില്ല. It will not allow the light of the word. ഒരു കാരണവശാലും വിദ്വേഷം വെച്ചോണ്ടിരിക്കരുതേ. Never keep offenses. ഒരു വാക്യം കൂടെ കാണിക്കുമ്പോൾ അത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് വരും. റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം. Romans 12:19. 12:19. പ്രിയമുള്ളവരെ, നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ ദൈവകോപത്തിന് ഇടം കൊടുപ്പിൻ. ഇത് വായിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ദൈവം അവന് അടി കൊടുക്കട്ടെ എന്ന് വിചാരിക്കും. ഇതങ്ങനല്ല. ഇത് പഴയ നിയമത്തിലെ കോട്ട് ചെയ്യുക. റോമ സഭയ്ക്ക് പൗലോസ്ലീഹ ഇത് എഴുതുമ്പോൾ പഴയ നിയമത്തിൽ നിന്ന് കോട്ട് ചെയ്യുകയാണ്. ഈ പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പകരം ചെയ്യുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അത് പഴയ നിയമത്തിൽ.
എന്നാൽ അതാണ് അവിടുത്തെ ട്വിസ്റ്റ്. അങ്ങനെയാണ് പറഞ്ഞിരുന്നത്, ദൈവം പ്രതികാരം ചെയ്യുമെന്ന് പറഞ്ഞിരുന്ന കാര്യത്തെ. എന്നാൽ അടുത്തത്, നിന്റെ ശത്രുവിനെ വിശക്കുന്നുവെങ്കിൽ അവന് തിന്മാൻ കൊടുപ്പീൻ. അപ്പൊ മുമ്പേ പറഞ്ഞു ഇതുമായിട്ട് ചേർത്തില്ല. അങ്ങനെ മാറ്റിയതാ ഇത്. അങ്ങനെ ആയിരുന്നു പണ്ട് നമുക്ക് പ്രാർത്ഥിക്കാമായിരുന്നു, കർത്താവെ അവന്റെ തലയടിച്ച് പൊട്ടിക്കാന്ന് പ്രാർത്ഥിക്കായിരുന്നു. ദാവീദിന്റെ സങ്കീർത്തനമൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ശത്രുവിന്റെ നെഞ്ചടിച്ച് പൊട്ടിക്കാനൊക്കെ ദാവീദ് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നു, ശത്രുക്കളെ തകർക്കണമെന്ന്. ഇപ്പൊ നമുക്കത് പറ്റത്തില്ല. ശത്രു കർത്താവ് വന്നെച്ചെന്താ പറഞ്ഞു, ശത്രുവിനെ എനിക്ക് എന്തോ വലിയ പ്രശ്നമായത്. നിന്റെ ശത്രുവിനെ വിശക്കുന്നുവെങ്കിൽ നമ്മൾ ഉടനെ പറയാം അങ്ങനെ വരണമെന്ന് പറയും. അവൻ വിശന്ന് കൂറ കുത്തി അവിടെ കിടക്കട്ടെന്ന് പറയും. അങ്ങനെ അവന് എല്ലും കൊല അവൻ തകർന്നു നമുക്ക് പറയാൻ ഒക്കത്തില്ല. കാര്യം കർത്താവ് നമ്മുടെ ലീഡർ. ശത്രുവിനെ വിശന്നുവെങ്കിൽ എന്ത് ചെയ്യണം? അവന് തിന്മാൻ കൊടുക്കുവീൻ. ദാഹിക്കുന്നുവെങ്കിൽ കൊടുപ്പാൻ കൊടുക്കണം. അങ്ങനെ നീ ചെയ്താൽ, അങ്ങനെ ചെയ്താൽ, നിന്റെ ശത്രുവിനെ നീ ടേക്ക് കെയർ ചെയ്താൽ, നീ കരുതിയാൽ അവന്റെ തല പുകയാൻ തുടങ്ങും. If you do that, you will heap burning coals on അവൻ പറയും ഇതെന്തൊരു സ്നേഹമായത്. What kind of love is this? അവന്റെ തലയിരുന്ന് പുകയാൻ തുടങ്ങും. തീയ വന്ന് തലയെ വീണതുപോലെ ഇരിക്കും. എന്റെ ദൈവമേ, ഞാൻ എന്തിനാ ഇത്രയും വിരോധം വെച്ചോണ്ടിരുന്നത്? കണ്ടില്ലേ, അവര് കണ്ടില്ലേ, എന്നോട് കാണിക്കുന്നത് കണ്ടില്ലേ? നമ്മൾ വിരോധം വെച്ചോണ്ടിരിക്കുക, പിണക്കം വെച്ചോണ്ടിരിക്കരുത്. പിണക്കം ഇന്ന് തന്നെ വിട്ട് കളഞ്ഞേക്കണം. Leave all offenses. നമ്മൾ വിചാരിക്കുന്നത് പോലല്ല. വീട്ടിനകത്ത് പിണക്കങ്ങൾ വെക്കരുതേ. Don't have offenses at home. ഭാര്യ പത്രബന്ധത്തിനകത്ത്, മക്കളോടുള്ള ബന്ധത്തിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പിണക്കങ്ങൾ വെക്കരുത്. അയൽവക്കത്ത് പിണക്കം വെക്കരുത്. Don't have offenses at home or neighborhood. കാര്യം നിന്നെ പോലെ തന്നെ നിന്റെ എല്ലാം വകുപ്പ് കർത്താവ് കൊണ്ടിട്ടിരിക്കും. പിന്നെ എന്തോ ചെയ്യും? Love your neighbor as yourself. നിന്റെ നെയ്ബറിനെ നീ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണമെന്ന്. അപ്പൊ എന്തു ചെയ്യണം? അവർക്ക് വിശക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഇങ്ങനെ പറയാൻ തോന്നും, ഞാൻ ഒത്തിരി നാൾ അവരെ നോക്കിയത്, അവരെ ശ്രദ്ധിച്ചത്, പക്ഷെ അവർ മാറുമെന്ന് തോന്നില്ല. എന്നാലും നീ ചെയ്യണം. കർത്താവിന്റെ കയ്യിലെ ഉപകരണമായി നീ എന്നും കാണുവാൻ അതങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുക. ഒരു ബസ്സിനകത്ത്, വെളിയിലങ്ങോട്ട് നടന്ന സംഭവം, ബസ്സിനകത്ത് ഗോസ്പൽ പറയുന്ന മനുഷ്യനെ, പ്രായമുള്ള ഒരു മനുഷ്യനെ, അയാളെ അതിനകത്തിരുന്ന ഒരു ചെറുപ്പക്കാരൻ ചാടി ഇറങ്ങി ഒറ്റയടി അടിച്ചു. elderly man who was sharing a gospel in the bus, a young man slapped him. ഈ ഫ്രീഡം ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞ ഈ മതങ്ങളൊക്കെ പ്രചരിപ്പിക്കാനൊക്കെ ഇന്ത്യയിലും അതിനൊക്കെ നിയമമുള്ളതാണ്. There are laws and that allows us to preach. അവരവർ വിശ്വസിക്കുന്ന മതത്തെ പ്രചരിപ്പിക്കാം. We can preach what we. പക്ഷെ നമ്മളത്, ക്രിസ്ത്യാനികൾ അത് ഭംഗിയായി ചെയ്യുന്നു, മറ്റു മതക്കാരത് ചെയ്യുന്നില്ല. അത് അവരുടെ കുഴപ്പമാണ്. Christians do it well, others don't do it. കാര്യം അവർ എത്ര നോക്കിയിട്ടും ഈ മതത്തെ പ്രചരിപ്പിക്കാൻ അവർക്ക് പറ്റത്തില്ല. കാര്യം അവരുടെ മതം പ്രചരിപ്പിക്കാൻ കൊള്ളാവുന്ന മതമല്ല. പക്ഷെ നമ്മുടെ കർത്താവിനെ നമുക്ക് പ്രസിദ്ധമാക്കാനും 100,000 കാര്യങ്ങളാണ്. ആ വഴി കൂടെ പനി പിടിച്ചു വരുന്നവന്റെ മേൽ കൈവച്ച് പ്രാർത്ഥിച്ച് അവൻ അന്നേരം സൗഖ്യമാകും. മറ്റവനൊന്ന് നോക്കട്ടെ, നേരം കാണാം, അവനുള്ള ഭൂതം കൂടെ അവന്റെ ദേഹത്ത് കയറും. We have the freedom to deliver others from their troubles. അപ്പൊ അടിച്ചു കഴിഞ്ഞ അയാൾ പറയാണ്, bless me, you blessed me on this cheek, bless me on the other cheek. ഇവിടെ നീ എന്നെ അനുഗ്രഹിച്ചില്ലേ, അടിച്ചെന്നല്ല പറഞ്ഞത്, നീ എന്നെ അനുഗ്രഹിച്ചില്ലേ, ഇപ്പുറത്തൂടെ എന്നെ ഒന്ന് അനുഗ്രഹിച്ച്. And that man said, bless me on the other cheek because you blessed me on this cheek. എത്ര വലിയ ശൗര്യമുള്ളവനാണെങ്കിലും പകച്ചു പോയി ഇത് കേൾക്കുമ്പോൾ. How hard your enemy, he will stand still before you. അപ്പൊ ഞാൻ വിചാരിച്ചു അത് ഞാനല്ലാതെ ഭാഗ്യമായി പോയെന്ന്. I realized, I thank God it was not me. ചിലപ്പോൾ നമുക്ക് നോക്കുമ്പോൾ അപ്പോഴേ അറിയത്തുള്ളല്ലേ അകത്തിരിക്കുന്നത്. ഈ നമ്മുടെ ചലക്കുന്നിലെ ക്യാമ്പ് നടക്കുമ്പോൾ, ചലക്കുന്നിൽ പോയിട്ടുള്ളവർക്കറിയാം, ചലക്കുന്നിൽ ഒരുപാട് സ്റ്റാച്യുകളുണ്ട്. In Chalkun, there is a particular statue at the camp center. പല സ്റ്റാച്യൂസ് ഉണ്ട്. Many statues. അപ്പൊ അതിനകത്ത് ഒരു സ്റ്റാച്യു, നമ്മുടെ ഓഡിറ്റോറിയത്തിനോട് ചേർന്നിരിക്കുന്ന സ്റ്റാച്യൂല് യേശുവിന്റെ കയ്യിൽ ഒരു ലാമ്പ്, ഒരു കുഞ്ഞാടി ഇങ്ങനെ ഇരിക്കുന്നതായിട്ട് ഒരു സ്റ്റാച്യു ഉണ്ട്. There's one statue where Jesus is carrying a lamp. യേശുവിന്റെ വലത്തെ കയ്യില് ഇങ്ങനെ ആടിയിരിക്കുന്നു. The lamp is in Jesus' hands. അപ്പൊ അതാണ് ഈ വെയിലും കൊണ്ട് മഴയൊക്കെ അടിച്ചടിച്ച് അതെല്ലാം ഇങ്ങനെ നശിച്ചു. അപ്പൊ അത് വൃത്തിയാക്കാൻ വേണ്ടി ആൾക്കാർ വന്നു. Somebody came to clean up this statue. അപ്പൊ യേശുവിന്റെ ഉടുപ്പ് ഇങ്ങനെ, ഈ ലോഹം ഇങ്ങനെ തൂങ്ങി കിടക്കുന്നതിന്റെ അവിടെ ഇങ്ങനെ യേശുവിന്റെ ഈ ആടിന്റെ ഈ പള്ളയൊക്കെ ഇരിക്കുന്നു. So the belly of the lamb is where the Jesus. അപ്പൊ അവര് ക്ലീൻ ചെയ്തപ്പോ നോക്കിയോണ്ടേ അതങ്ങനെ സിമെന്റ് ഇളകി പോയി വലിയൊരു ഹോളായിട്ടിരിക്കുക, കിഴുത്തിയായി. So it was a hole because cement had gone away. അപ്പൊ അവര് വെള്ളം ഒഴിച്ചു പറഞ്ഞേ അതിനകത്തുനിന്ന് ഒരു മൂർഖൻ പാമ്പ് ഇങ്ങനെ ചീറ്റി പുറത്തോട്ട്. And they poured water, a venomous snake came out of it. അപ്പൊ അവര് അതിനെ തല്ലിക്കൊന്നു.
They killed it. അതാ അവിടെ പോയി, അത് തീർന്നു, അതിന്റെ പരിപാടി കഴിഞ്ഞു. That is over. പക്ഷെ ആത്മീയ മർമ്മം, ഈ ഇരിപ്പൊക്കെ കർത്താവിന്റെ കയ്യിലാണ്, പക്ഷെ അകത്തന്നെ ഇരിക്കുന്നു. You are in the hands of the Lord. But what is കർത്താവിന്റെ inside വലങ്കരത്തിൽ you? നീ സുരക്ഷിതനായിരിക്കും, പക്ഷെ നിന്റെ അകത്തെന്തോ ഇരിക്കുന്നു. You are safe in the hands of the Lord, but what is inside you? ഇന്നത് മാറ്റണം. ആ പാമ്പിനെ Today ഇറക്കി change വിട്ടിട്ട് it. Change. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിന്റെ അകത്തിരിക്കുക. You are in the hope of glory. Christ is കണ്ണുകളെ in അടച്ച് you. പ്രാർത്ഥിക്കാം. Let's close our eyes and pray.